عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. أعوذ بالله من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد صلاة وسلاما دائمين متلازمين إلى أبد الآبدين. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد حتى ترضى. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഇൽമ്, അവൻ്റെ ദീൻ, അവൻ്റെ ഖുർആൻ, അവൻ്റെ തിരുനബിയുടെ ഹദീസുകൾ, അല്ലാഹുവിൻ്റെ അഹ്കാമുകൾ, അവൻ്റെ മൻഹിയാത്തുകൾ, അവാമിറുകൾ ഒക്കെ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് അല്ലാഹുവിൻ്റെ സ്വർഗം പ്രാപിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്കെല്ലാം അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മൾ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് അവർക്ക് തീർത്തു കൊടുക്കട്ടെ. എല്ലാവിധ കടബാധ്യതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെല്ലാവരെയും സലാമത്താക്കുമാറാകട്ടെ. നമ്മുടെ ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹു സുഖപ്രസവം നൽകട്ടെ. മക്കളെ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി നല്ല നിലക്ക് വളർത്താനുള്ള കഴിവ് അവർക്കും അവരുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ അല്ലാഹു നൽകി നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സൂറത്തു യാസീനിൻ്റെ ഏകദേശം മധ്യഭാഗം കഴിഞ്ഞു. മഹ്ശറായെ അല്ലാഹു ചർച്ച ചെയ്യുന്ന ഭാഗമാണ് ഇനി തൊട്ടടുത്ത് വരുന്ന ഇന്ന അസ്ഹാബൽ ജന്നഹ അൽയൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളാണ് അല്ലാഹു തആല പഠിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഓതിവെച്ച ഭാഗം മഹ്ശറയെ അല്ലെങ്കിൽ ബഅസ് നുശൂർ, മരണാനന്തര ജീവിതം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു പറയുന്ന ഭാഗമാണ്. അല്ലാഹു തആല
അവൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം വആയത്തുൽ ലഹുമുൽ ലൈലു വആയത്തുൽ ലഹുമുൽ അർളു വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു തആല സത്യവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ധർമ്മം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവര്, സ്വതക്ക ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവിശ്വാസികൾ അത് ചെയ്യില്ല. കാരണം മുഅ്മിനീങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ സദസ്സിൽ നിങ്ങൾക്ക് പായസം വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്തിന് അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. ഒരു 10-11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അല്ലേ, 11 വർഷമായോ? മാഷാ അല്ലാഹ്. അപ്പോൾ ഒരു കുഞ്ഞുണ്ടാവാനുള്ള വലിയ ആഗ്രഹത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 2 മക്കളുണ്ടാവും. പക്ഷെ 2ഉം അബോർഷനായിപ്പോയി. അവർക്ക് വലിയ പ്രയാസത്തിലും സങ്കടത്തിലായിരുന്നു. നിങ്ങളൊക്കെ ഒരുപാട് തവണ ആമീൻ പറഞ്ഞതിൻ്റെ പേരിലായിരിക്കണം അല്ലാഹു തആല അവർക്കൊരു കുഞ്ഞിനൊരു പൊന്നുമോളെ നൽകിയിരിക്കുകയാണ്. അല്ലാഹു ആ കുഞ്ഞിനെ അവർക്ക് സ്വാലിഹത്തായ ഒരു കുഞ്ഞായി അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം ഇനിയും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മൾ പല ആളുകൾക്കും വേണ്ടി ഇങ്ങനെ നമ്മുടെ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട് ഉസ്താദേ തോരക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് തോരക്കാറുണ്ട്. പക്ഷെ ഈ പായസം കിട്ടൽ വളരെ കുറവാണ്. അപ്പോൾ കുട്ടിക്ക് ജനിച്ചു കഴിഞ്ഞാൽ പോലും പിന്നെ പോവാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ മധുരം കൊടുക്കലൊക്കെ നല്ല കാര്യമാണ്, കൂലിയുള്ള കാര്യം. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു തന്നതിൽ സന്തോഷം രേഖപ്പെടുത്തി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മുടെ സിദ്ദീഖ് ഹാജിക്ക് എത്തിയോടെ? ഹാജിക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല. ഹാജിക്ക് എന്തോ ഒരു റബീഉൽ അവ്വലിൻ്റെ ഒരു മധുരം കൊടുക്കാൻ ഉദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കൊടുക്കാന്നൊക്കെ ഉദ്ദേശിച്ചിരുന്നു. ഏതായാലും അല്ലാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. സന്തോഷമൊക്കെ പങ്കുവെക്കുന്ന നല്ല കാര്യമാണ് അല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ തണുപ്പത്തൊക്കെ ഒന്ന് ചൂട് പിടിക്കാനും അല്ലാഹു തആല അത് ആരൊക്കെ അതിൽ സംഭാവന ചെയ്തിട്ടുണ്ടോ, സ്വതക്ക ചെയ്തുവോ, അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ എൻ്റെ അഭാവത്തിൽ ബഹുമാനപ്പെട്ട റഖീബ് ഹുദവി ഉസ്താദ് ഇവിടെ ക്ലാസ് എടുത്തു. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ويقولون متى هذا الوعد إن كنتم صادقين. ويقولون അവർ ചോദിക്കുന്നു മതാ ഹാദൽ വഅദു എന്നാണ് ഈ കരാർ ചെയ്യപ്പെട്ട സംഗതി ഉണ്ടാവുക എന്നവർ ചോദിക്കുന്നു. ഇൻ കുൻതും സാദിഖീൻ. കരാർ ചെയ്യപ്പെട്ട വഅദ് എന്ന വാക്കിന്റെ അർത്ഥം, ഉദ്ദേശ്യം പരലോകമുണ്ടെന്നും മരണാനന്തരം നമുക്ക് പുതിയൊരു ജീവിതമുണ്ടെന്നും അതാണ് ശരിയായ ജീവിതം, അവിടെയാണ് മരണമില്ലാത്തത്. കാരണം സിറാത്ത് പാലത്തിൽ, സിറാത്ത് എന്ന് പറയുന്ന പാലം ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മുകളിൽ അള്ളാഹു സ്ഥാപിച്ച ആ പാലത്തിന്റെ മുകളിൽ മരണത്തെ അള്ളാഹു അറുക്കും എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ മരണം ഉണ്ടാവുകയില്ലെന്നാണ്. അപ്പോ അതിനാണ് നമ്മൾ അനന്തമായ കാലം, ഇറ്റേണിറ്റി എന്ന് പറയുന്നത്. എവർലാസ്റ്റിംഗ്, ഇറ്റേണൽ എന്ന് അള്ളാഹുവിനെ പറ്റി പറയുന്ന വാക്കാണ്. സമയത്തിന് അതീതമായ ലോങ് ലാസ്റ്റിങ്ങിനാണ് ഇറ്റേണൽ എന്ന് പറയുന്നത്. എവർലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എവർലാസ്റ്റിംഗ്. നമ്മൾ എവർലാസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ അള്ളാഹു ഇറ്റേണലാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹു അസലിയാണ്. അപ്പോൾ അങ്ങനെ അനന്തമായി ജീവിക്കുന്ന ഒരു ലോകത്തേക്കുള്ള ഒരു യാത്ര, മരണാനന്തര ശേഷം ഈ ലോകത്തിന്റെ അവസാനത്തിന് ശേഷം അതുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണൊന്നും സംഭവിച്ചു കാണാത്തത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായി മനുഷ്യൻ അക്ഷമനാണ്. നമുക്ക് ക്ഷമ മൊത്തത്തിൽ കുറവാണ് മനുഷ്യർക്ക്. നമുക്കതുകൊണ്ടാണ് ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും കാത്തു നിൽക്കാൻ പറ്റാതെ വളരെ പെട്ടെന്ന്, പിന്നെ ചില വിഷയങ്ങൾ അല്ലാഹു തആല സമയമെടുത്ത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരാൾക്ക് കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ച് കുഞ്ഞിനെ കഞ്ഞി കാണണമെന്നാണ് ആഗ്രഹം, നടക്കൂലല്ലോ. അതിന് അല്ലാഹു തആല ചില സമയം അല്ലാഹു നിർണയിച്ച് വെച്ചത് കൊണ്ട് നമ്മൾ നിർബന്ധിതരായി വെയിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തുകൂടാ. വളരെ മനുഷ്യൻ ധൃതിയുള്ള ആളാണ്. വകാനൽ ഇൻസാനു അജൂല. മനുഷ്യൻ ഭയങ്കര ധൃതിയുള്ള ആളെന്ന്. അതുകൊണ്ട് നമുക്ക് ചില ഓഫീസിലൊക്കെ ചെന്നാൽ നമുക്ക് അവരുടെ സർവീസ് ശരിയില്ല, എന്ത് സർവീസ് ശരിയില്ല, 5 മിനിറ്റ് നിങ്ങളെ ശ്രദ്ധിക്കാൻ അവിടുത്തെ സ്റ്റാഫിന് പറ്റിയിട്ടുണ്ടാവില്ല, ഇത്രേ വിഷയം ഉണ്ടാവുള്ളൂ, അവരുടെ സർവീസ് മോശമാണ്. വളരെ ധൃതിയിലാണ് നമ്മൾ, ഭയങ്കര ധൃതിയുള്ള ആളുകളാണ്. അതുകൊണ്ട് മനുഷ്യൻ ചോദിക്കുന്നു, അല്ല ഖിയാമത്ത് നാളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഇപ്പൊ കാണാത്തത്, എന്താ ലോകാവസാനം സംഭവിക്കാത്തത് എന്ന് ചോദിക്കുന്നു. വകാന യൗമൻ ഇൻദ റബ്ബിക കഅൽഫ സനത്തിൻ മിമ്മാ തഉദൂൻ.
തഉദ്ദൂൻ. അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പക്കൽ 1000 വർഷമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. 1000 വർഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഇന്നത്തേക്ക് അല്ലാഹുവിന്റെ കണക്കിൽ കഴിഞ്ഞത് 1.5 ദിവസമാണ്, അല്ലെങ്കിൽ 1.25 ദിവസമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ആദ്യത്തെ അടയാളവുമാണ് എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കണക്കിൽ ഒരു ദിവസവും ചില്ലറ ആയിട്ടുള്ളൂ. ഇപ്പോൾ 1400 കൊല്ലം എന്ന് പറഞ്ഞാൽ 1.5 ദിവസത്തിൽ താഴെ ആയിട്ടുള്ളൂ. മനുഷ്യന്മാർ ചോദിക്കുന്നുണ്ട് എപ്പോഴാണിത് എന്ന്. പക്ഷേ ഇത് എത്ര നാള് നീണ്ടുപോകും, എത്ര ദിവസങ്ങളാകും നമുക്കറിയില്ല. അല്ലാഹു തആല ഒരു കാര്യമാണ് പറഞ്ഞത്, ഒരട്ടഹാസമല്ലാതെ മറ്റെന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? അവർ പ്രതീക്ഷിക്കുന്നില്ല ഒരട്ടഹാസമല്ലാതെ. ഒരു ഘോരമായ ശബ്ദമാണ് കേൾക്കുക. അതവരെ പിടികൂടുന്നു. വഹും യഖ്സിമൂൻ, അവരെ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ലോകാവസാനം നടക്കുന്നൊരു കൂട്ടർ, നടക്കില്ല എന്നൊരു കൂട്ടർ. ലോകത്തിന് അവസാനമുണ്ടെന്നൊരു കൂട്ടർ, ഇല്ല എന്നൊരു കൂട്ടർ. പരലോകമുണ്ട് ഇല്ല എന്ന് മനുഷ്യർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും അന്ത്യനാൾ വന്നെത്തുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിബേറ്റ് അങ്ങനെ നടക്കുന്നത്. യു ഓൺലി ലിവ് വൺസ്, യോലോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരായ കുട്ടികളൊക്കെ സ്ഥിരം പറയുന്ന ഒരു പ്രയോഗം നമ്മുടെ മലയാളി കുട്ടികൾക്കൊക്കെ അത് അറിയാൻ പറ്റും. ഞാൻ നമ്മുടെ നാട്ടില് നമ്മുടെ യൂണിറ്റി കോളേജിൽ നമ്മുടെ SKSF-ന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് വിങ്ങിന്റെ ഒരു പ്രോഗ്രാം. നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മാത്രമുള്ള ഒരു 500 കുട്ടികളുള്ള ഒരു സദസ്സ്. അപ്പൊ ഞാൻ അവരോട് വെറുതെ ചോദിച്ചു, യോലോ നിങ്ങൾക്ക് അറിയോ? എന്താണ് യോലോ? YOLO. അവർ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, യോലോ യു ഓൺലി ലിവ് വൺസ്. ഇത് ശരിക്കും ഇംഗ്ലീഷുകാരുടെ ഒരു ടേമാണ്. അവരുപയോഗിക്കുന്ന, അവരുടെ നാടുകളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് നമ്മളൊക്കെ ആ ഒരു കൾച്ചർ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് യോലോ, യു ഓൺലി ലിവ് വൺസ്. ഒരിക്കലേ നീ ജീവിക്കുന്നുള്ളൂ, അതുകൊണ്ട് അടിച്ചു പൊളിച്ചേക്കണം. ഇതാണ് ആ തിയറി. അതായത് നീ ഇവിടെ ഒന്നും ചെയ്യാതെ, ഒരു വൃത്തക്കേടൊന്നും ചെയ്യാതെ ജീവിച്ചാലേ പിന്നെ ഇതിന് സമയം കിട്ടൂല, അതുകൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തോ എന്ന് പൈശാചികമായി മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് യോലോ. പക്ഷെ അതിനെ നമ്മൾ തിരുത്തി എഴുതിയാണ് യോൾസ്. യു ഓൺലി ലിവ് ട്വൈസ്. നമ്മൾ 2 തവണ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു ജീവിതം, മരണത്തിന് ശേഷം ഒരു ജീവിതം. യോൾസ്. മുസ്ലിം അങ്ങനെ മനസ്സിലാക്കേണ്ടത്. യോൾസ് എന്നാണ്. യോലോയെ നമ്മൾ തിരിച്ചെഴുതും യോൾസ്. അപ്പോ യൂട്യൂബിൽ ഒരു ചെറിയ വീഡിയോ കാണും. യോൾസ് എന്ന് എഴുതി കഴിഞ്ഞാൽ കാണും YOLT. യോൾസ് എന്ന് എഴുതിയാൽ ഒരു മരണാനന്തര ജീവിതത്തിന്റെ ഒരു വളരെ രസകരമായ ഒരു പ്രസന്റേഷൻ കാണും. ഇംഗ്ലീഷിലാണ്. സൗകര്യമുള്ളവരൊക്കെ ഒന്ന് നോക്കി ഇൻഷാ അല്ലാഹ്. ചില നല്ല തീമുകൾ പഠിക്കാനുള്ള ചില വിഷയങ്ങളൊക്കെ അതിന് വളരെ ഷോർട്ട്, ഒരു 5 മിനിറ്റ് 6 മിനിറ്റോ കാണും. യോൾട്ട്. അപ്പോ ലോകത്തിന്റെ കൺസെപ്റ്റ് അതാണ്. യോലോ, ഒരിക്കലേ ജീവിക്കുന്നുള്ളൂ. ഈ ലോകം പിന്നെ ഇനിയൊരു ലോകം വരാനില്ല. നീ ഇവിടെ എന്ത് ചെയ്തോ കഴിഞ്ഞു, ഇവിടത്തോടുകൂടെ തീർന്നു. കോടതിയോ പോലീസോ പിടിച്ചാൽ നീ കുടുങ്ങി, പിടിച്ചില്ലേ നീ എന്തും ചെയ്തോ എന്നൊക്കെയുള്ള ചിന്തകൾ മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ കടന്നുകൂടുന്ന കാലമാണിത്. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടിന് ലോകത്തുള്ള ആകെയുള്ള ഡിബേറ്റ് ഇതാണ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഈ മരിച്ചിട്ട് നടക്കും, നിങ്ങൾ മരിച്ചിട്ട് എന്താ നടന്നില്ലെങ്കിലോ? സുബ്ഹാന അല്ലാഹു നമുക്ക് സ്വർഗം തരുന്നത് വലിയൊരു റിസ്ക് എടുത്തതിന്റെ പേരില്ല. ഭയങ്കര റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. മുസ്ലിമീങ്ങൾ എടുക്കുന്ന റിസ്ക് ഭയങ്കരമാണ്. എന്താണ്? മരണത്തിന് ശേഷം സ്വർഗമുണ്ട്. ഖബറിൽ സ്വർഗത്തിന്റെ ആസ്വാദനമുണ്ട്. മരണത്തിന് ശേഷം എനിക്കെവിടെ അള്ളാഹു വീട് തരും. മരണാനന്തരം എനിക്ക് എന്നെ റബ്ബിനെ കാണണം. മരണാനന്തരം എനിക്ക് സ്വർഗത്തിലെ പാനീയം കുടിക്കണം. മരണാനന്തരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കണം. അതിന് ഞാൻ ഇവിടെ കള്ളു കുടിക്കൂല, അതുകൊണ്ട് ഞാൻ ഇവിടെ വ്യഭിചരിക്കൂല, അതുകൊണ്ട് ഞാൻ ഹറാം സ്വീകരിക്കൂല, അതുകൊണ്ട് എനിക്ക് ഹറാമായി ജോലികൾ വേണ്ട. നമ്മൾ വലിയൊരു റിസ്ക് എടുക്കുന്ന ആളുകളാ. കാണാത്തൊരു ജീവിതത്തെ മുൻനിർത്തി നമ്മൾ ചെയ്യുന്ന ഈ റിസ്കിനാണ് അല്ലാഹു തആല സ്വർഗം തരുന്നത്. ഇത് ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പറയാറുണ്ട്, അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നില്ല എന്ന്, സന്ദേഹവാദിയായിരുന്നു എന്ന്. കാരണം പടച്ചതമ്പുരാൻ ഇല്ല എന്ന് പറയാൻ നെഹ്റുവിന് ധൈര്യം വന്നില്ല. എങ്ങാനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പരവിടെ ഉണ്ടെങ്കിലോ പ്രശ്നമാവൂല, അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറയണില്ല. സുബ്ഹാനല്ലാഹ്.
നമ്മളെടുക്കുന്ന റിസ്ക് ഭയങ്കരമാണ്. അള്ളാഹുവിന്റെ വുജൂദിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഖയ്യൂമിയത്തിൽ വിശ്വസിക്കുകയും അൽ ഹഖ് അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ, നരകം ഹഖ്ഖാണ്, സ്വർഗ്ഗം ഹഖ്ഖാണ്, സിറാത്തു ഹഖ്ഖാണ്, വൽ മീസാനു ഹഖ്ഖുൻ, അതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ ഇവിടെ ചെയ്യുന്ന റിസ്കിനാണ് അള്ളാഹു സ്വർഗം തരാൻ പോകുന്നത്. ഇത് ഭയങ്കരമാണ്. മുസ്ലിം എടുക്കുന്നത് മിഥ്യാധാരണയിലല്ല. നമ്മുടെ ഈ വിശ്വാസം അന്ധമായൊരു വിശ്വാസമല്ല. നമ്മൾ എടുക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പടച്ചതമ്പുരാന്റെ കലാമാണെന്ന് തെളിയിക്കപ്പെട്ട് ബോധ്യപ്പെട്ടതിന്റെ ശേഷമാണ്. അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ നബിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം അള്ളാഹു പറഞ്ഞു, അവന്റെ ഹബീബ് പറഞ്ഞു, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കത്തിന്റെ വിഷയം വരുന്നില്ല. പക്ഷേ ലോകത്ത് തർക്കം നടക്കും. വയഖൂലൂന, അവർ ചോദിക്കുന്നുണ്ട്, ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഖൂലു എന്നത് പ്രസന്റ് ഫോമാണ്. അറബിയിൽ അത് ഫ്യൂച്ചർ ടെൻസിനും ഉപയോഗിക്കും. സയഖൂലൂന എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ, ഡെഫിനറ്റ്ലി ഫോർ ഫ്യൂച്ചർ. പക്ഷേ യഖൂലൂന എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസ് ആണ്. അവർ ചോദിക്കുന്നുണ്ടല്ലോ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മതാ ഹാദൽ വഅദു, എപ്പോഴാണ് ഈ അന്ത്യനാൾ? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അന്ത്യനാൾ എപ്പോഴാണ്, മതാ, എപ്പോഴാണ് സംഭവിക്കുക എന്നൊന്ന് പറഞ്ഞു തരൂ. സമയം അല്ലാഹു ആർക്കും അറിയിച്ചു കൊടുത്തില്ല. മാ യൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ, ഒരേ ഒരു അട്ടഹാസമേ അവർക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. തഖുദുഹും, ആ അട്ടഹാസം അവരെ പിടികൂടും. വഹും യഖ്സിമൂൻ, അവരെ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കെ. അപ്പോ ലോകാവസാനം വരെ മരണാനന്തരം ഒരു ജീവിതമുണ്ടോ ഇല്ലയോ എന്ന ഡിബേറ്റ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കും എന്ന സാരം. ഇപ്പൊ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഏറ്റവും വലിയ ഡിബേറ്റുകൾ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചാണ്. നിരീശ്വരവാദികളായ ആളുകൾ, ഒരുപാട് ആളുകൾ, ഹംസ ജോർക്കിസ്, അദ്ദേഹം നടത്തുന്ന ഒരു പിടി ഡിബേറ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ മറുകക്ഷികൾ അവർ ഉദ്ധരിക്കുന്നത് പരലോക ജീവിതത്തെ നിഷേധിക്കാനാണ്. അപ്പോൾ ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. فلا يستطيعون توصية ولا إلى أهلهم يرجعون, അന്ത്യനാളിന്റെ ഘോരമായ ശബ്ദമുണ്ടാവുകയും അതവരെ പിടികൂടുകയും ചെയ്താൽ പിന്നെ ഒരു വസിയ്യത്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. വസിയ്യത്ത്. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരുടെ കുടുംബത്തിലേക്ക്, സ്വകുടുംബത്തിലേക്ക് മടങ്ങാനും അവർക്ക് സാധ്യമല്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, കാരണം മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് കൊതിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതൊരു മരണത്തിന്റെ ആ ഒരു പ്രതിഭാസം വിവരിച്ചു തരാൻ ഏറ്റവും അർഹൻ അല്ലാഹു ജല്ല ജലാലു തന്നെയാണ്. വേറെ ആർക്കും അത് എത്ര പറഞ്ഞുതരാൻ കഴിയില്ല. മരണസമയത്ത് നമുക്ക് അങ്ങനെ തോന്നൽ വരും. അത് ദുന്യാവിലെ ചില ഘട്ടങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നും. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കുകയാണ്, ഒരു മേജർ ഓപ്പറേഷന് വിധേയമാവാൻ പോവുകയാണ്. നമുക്ക് ഭയങ്കരമായ ഒരു ഹൈലി സെന്റിമെന്റൽ ആയിരിക്കും. പടച്ചോനെ പുറത്തു തന്നെ റബ്ബേ, കുട്ടികളെ ഭാര്യയോട് എത്ര കശപിശ കൂടുന്ന ആളാണെങ്കിലും പിന്നെ പെണ്ണെ ഞാൻ എന്താ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണട്ടോ, ഇനി ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ, ഭയങ്കരമായിരിക്കും. ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഇപ്പം ചിന്തിക്കാറില്ല തോന്നുന്നു. മുമ്പൊക്കെ തിരിച്ചു പോയാൽ വന്നില്ല. ഇപ്പൊ ഫ്ലൈറ്റിൽ പോയിട്ട് അത് വരും. അതുകൊണ്ട് ഞാൻ ഹജ്ജിന് പോയി വരുന്ന വരെയുള്ളതൊക്കെ പൊരുത്തപ്പെട്ട കിട്ടും. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ തുടരും എന്ന അർത്ഥത്തിലാണ് ഈ പൊരുത്തപ്പെടിക്കണതൊക്കെ. അപ്പോ അതല്ല ഈ പറയുന്നത്. ശരിക്കും ഒരു മനുഷ്യൻ ഒരു അപകടത്തിൽ അങ്ങ് പെട്ടുപോയാൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു വല്ലാത്തൊരു ഭാവമുണ്ട്, വല്ലാത്തൊരവസ്ഥയായിരിക്കും. ഒരു മാരകമായ രോഗം നമുക്ക് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ? സുബ്ഹാനല്ലാഹ്, ഇനി രക്ഷയില്ല എന്ന് ആളുകൾ പറഞ്ഞാൽ, ഡോക്ടർമാർ വിധി എഴുതിയാൽ, നമ്മുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ ഭയങ്കരമായി ഹമ്പിളായിട്ട് മാറും. ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാറ്റിനും കീഴടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചെയ്യുന്ന വലിയൊരു അത്ഭുതം അത് രോഗത്തിലൂടെ അള്ളാഹു സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മുടെ ഇസ്ലാം, നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെടുക എന്നത് റബ്ബ് കംപ്ലീറ്റ് ചെയ്യും. അത് രോഗത്തിലൂടെ മനുഷ്യന് ഏറ്റവും കൂടുതൽ അള്ളാഹു കൊടുക്കുന്നത്. രോഗം വന്നാൽ പിന്നെ നമ്മൾ അവിടെ ഇരുന്നു പോകും. നമുക്ക് പിന്നെ ഒന്നും വേണ്ടി വരില്ല. ഒരു മ്യൂസിക്കും വേണ്ട, ഒരു ഡാൻസും വേണ്ട, ഒരു പാട്ടും വേണ്ട. ശരിക്കൊരു വയറുവേദന വന്നാൽ, മാറാത്തൊരു വയറുവേദന വയറ്റിലേക്ക് വന്നാൽ കഴിഞ്ഞു. മനുഷ്യന് ഒരു ആസ്വാദനവും പിന്നെ വേണ്ട. പിന്നെ അവന് ഖുർആൻ മതി, പിന്നെ അവൻ്റെ ദീന് മതി, പിന്നെ അവന് അള്ളാഹുവിൻ്റെ തൃപ്തി മതി. ഇനിയൊന്നും വേണ്ട, കഴിഞ്ഞില്ലേ?
മരണമാസന്നം ആ സമയത്ത് ഒരാളോട് ചോദിച്ചാൽ ഒരു മനുഷ്യൻ എന്തും ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ക്യാൻസർ വന്ന 1-2 ആളുകളെ കൗൺസിലിംഗ് ചെയ്തു. എനിക്ക് ഒരു സുഹൃത്തുണ്ട്, കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്, അദ്ദേഹം സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പം അദ്ദേഹം പറയാം, ഈ ക്യാൻസർ വന്ന ഒരാളെ അദ്ദേഹം കൗൺസിൽ ചെയ്തപ്പോൾ പറഞ്ഞു, പിന്നെ അയാളുടെ ഫ്ലാഷ് ബാക്ക് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഒരുപാട് ആളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അയൽപക്കക്കാരന് നടന്നു പോകാൻ 3 അടി വഴി ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിനൊക്കെ അള്ളാഹു എന്നെ ശിക്ഷിച്ചതായിരിക്കും. ഇന്ന് ഇയാൾ തിരിച്ചറിയാൻ ഭയങ്കര കുറ്റബോധം തോന്നുകയാണ്. എപ്പോഴാണ് ഈ കുറ്റബോധം തോന്നുന്നത്? എല്ലാം തീർന്നു എന്ന് തിരിച്ചറിയുമ്പോൾ. അപ്പോൾ കുറ്റപ്പടച്ചോനെ വേണ്ടില്ലായിരുന്നു, ആ ഒരു 3 അടി വഴി ഞാൻ കൊടുത്തെങ്കിൽ എനിക്ക് എന്താ നഷ്ടമാവാൻ ഉണ്ടാവുക? അത് കൊടുത്തിരുന്നെങ്കിൽ ആ വഴിക്ക് പോകുന്നവരൊക്കെ ആശ്വാസത്തോടെ പോകുമ്പോൾ എന്നെ സ്തുതിക്കൂലേ? അല്ലേ? നമ്മൾ തന്നെ ഒരു വളരെ ഇടുങ്ങിയ റോഡിലൂടെ പോകുന്ന സമയത്ത് ചില നാട്ടിലെ ചില റോഡുകളൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു കർവുകൾ കാണും, വളരെ ഷാർപ്പ് കർവുകൾ. അത് ആ വീട്ടുകാരന് നേരെ പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാതെ വന്ന് എൻ്റെ പറമ്പിൻ്റെ സൈഡിലൂടെ വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാ അങ്ങനെ ഒരു വളവ്. ആ വളവിൽ എത്രായിരം ജീവനുകൾ മരിച്ചു പോയിട്ടുണ്ടാവും. പോകുന്നവർ പറയില്ലേ, പടച്ചോനെ ഈ മനുഷ്യന് ഈ റോഡ് നേരെ കൊടുത്തിരുന്നെങ്കിൽ എത്ര ജീവൻ രക്ഷിക്കാമായിരുന്നു. മരണസമയത്ത് ഇതൊക്കെ ബോധ്യപ്പെടും, വേണ്ടില്ലായിരുന്നു ഇതൊക്കെ, എന്തിനിപ്പം ഞാൻ ആ വാശി പിടിച്ചത് എന്ന് മനുഷ്യൻ തിരിച്ചറിയും. മരണനേരത്ത് സബ്മിഷൻ, അള്ളാഹുവിനെ വഴിപ്പെടാനുള്ള ആ ഒരു വാഞ്ച കൂടും. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക? എൻ്റെ കൂട്ടുകാരനോട്, ആ സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു എന്നത്. ഞാൻ ഇന്നലെ രാത്രി ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ വിഷയം ചർച്ച ചെയ്ത്. അദ്ദേഹം ഇന്നലെ ഏകദേശം ഈ സമയമൊക്കെ ആയിരിക്കും, അല്ല നാട്ടിലത്തെ ഒരു 1 മണി 1:30 മണി സമയം രാത്രി. അദ്ദേഹം പറഞ്ഞു, ആൾക്ക് ഭയങ്കര പശ്ചാത്താപമുണ്ട്. ഇനിയിപ്പോൾ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ വഴി കൊടുക്കാതെ മുടക്കിയ ആളാണ്, ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ആൾക്കാരെ. എനിക്ക് തോന്നുന്നു അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയായിരിക്കണം അത്. എല്ലാ രോഗവും ശിക്ഷയാണെന്നല്ല, ചില രോഗങ്ങൾ ശിക്ഷയായിരിക്കും. വളരെ പച്ച പാവങ്ങളായ ആളുകൾക്ക് അള്ളാഹു രോഗം കൊടുക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് അള്ളാഹു അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഇനി പൊറുക്കപ്പെടാനുള്ള പാപങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ സ്ഥാനം ഉയർത്താനും അള്ളാഹു കൊടുക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കെങ്കിലും അത് ഇബ്തില ആണ്, പരീക്ഷണമാണ്. അത് വരുമ്പോൾ എന്നാ പിന്നെ ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം, എന്നാ പിന്നെ ഞാൻ മറ്റാർക്കിനും കൊടുത്തേക്കാം. മരണമാസന്നമായാൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കർമ്മം ഏതാണ്? ഇപ്പൊ മരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടു, 2 റക്അത്ത് നിസ്കരിക്കട്ടെ, സമയമില്ല. ഞാൻ പോയി ഉംറ ചെയ്യട്ടെ, സമയമില്ലല്ലോ, അതിനൊന്നും സമയം കിട്ടൂല. വളരെ മിനിമം എന്നാൽ വളരെ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മം ചെയ്യാൻ പറ്റുന്നത് എന്താണ് മരണത്തിന്റെ മുമ്പ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താ നിങ്ങളെ മനസ്സിൽ വരുന്നത്? എന്ത് ചെയ്യാൻ പറ്റും? ഒളു കൊടുക്കാൻ പറ്റുമോ? അതിന് നേരല്ല. നിസ്കരിക്കാൻ, നോമ്പ് എടുക്കാൻ പറ്റുമോ? എവിടെ 10-12 മണിക്കൂർ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. വളരെ പെട്ടെന്ന്, ഇതാ 1 മിനിറ്റ് സമയമുള്ളൂ, കഴിഞ്ഞു, നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നിരിക്കുകയാണെന്ന് മലക്കുൽ മൗത്ത് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ ഷോർട്ടായിട്ട് വലിയ പ്രതിഫലം കിട്ടാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അമൽ എന്താണ്? ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉത്തരം പറഞ്ഞല്ലേ. എന്താണ്? ഒരാൾ കൈപൊക്കി, അപ്പോഴേക്ക് ആരാ സംസാരിക്കുന്ന അറിയുള്ളൂ. ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കണം, ഒരു പള്ളി കെട്ടി കൊടുക്കണം. അതിനൊന്നും സമയമില്ല, പോകാനായിട്ട് 1 മിനിറ്റേ ഉള്ളൂ. എന്താണ്? ദിക്റ് ചൊല്ലേ. ദിക്റ് ചൊല്ലാം, അത് കുറച്ചല്ലേ ഉള്ളൂ. ഒരുപാട് കൂലി കിട്ടുന്നത് എന്താ? ഒരു ദിക്റിന് 1 കൂലിയല്ലേ കിട്ടൂ. ഇൽമു പഠിക്കാം, പഠിച്ചവന് ഉസ്താനെ കിട്ടണ്ട പഠിപ്പിച്ചു തരാന്, 1/2 മിനിറ്റ് നേരം കൊണ്ട്. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ തെറ്റുകൾ പശ്ചാത്തപിക്കുകയാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരുപാട് നന്മകൾ കിട്ടുന്ന എന്നാണ് എൻ്റെ ചോദ്യം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നന്മകൾ കിട്ടുന്ന, വളരെ 1/2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അതിൽ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലുണ്ട്. കൈവെക്കണോ സംസാരിക്കുന്നവര്? എന്താണ്? എന്താണ്? വസിയത്ത് ചെയ്യുക. ജസാക്കല്ലാഹു ഖൈർ. അതാണ് അതിന്റെ ഉത്തരം. അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. എന്താ പറയണത്? എന്റെ പറമ്പും വീടും അള്ളാന്റെ പള്ളിക്ക് ഞാൻ കൊടുത്തു, കഴിഞ്ഞു. അങ്ങാടിയിൽ ആ ബിൽഡിംഗ് ഇനി മുതൽ മദ്രസക്കാണ്, പറയാൻ 5 സെക്കൻഡ് വേണ്ട. ഈ വസിയത്താണ് ചെയ്ത. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്റെ മരണശേഷം ഇത് അള്ളാന്റെ ദീൻ എടുത്തോളൂ. അത് എത്രയും ചെയ്യാം. ഇതാ എന്റെ വക പള്ളിക്ക് 1 കോടി, 10 ലക്ഷം, 50 ലക്ഷം, എത്ര ആൾക്ക് ചെയ്യാം, എത്ര കൊടുക്കാൻ പറ്റുന്നു, അതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റും വസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ. ഈ വസിയത്ത് കൊണ്ടാണ് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുക. അതിന് സെക്കൻഡുകൾ മതി. ഖുർആൻ പറയുന്നു, ഫലാ യസ്തതിഊന തൗസിയ, വസിയത്ത് പോലും ചെയ്യാനുള്ള സമയം ഞാൻ കൊടുക്കൂല.
അതാണ് വിഷയം. അപ്പം നമ്മൾ ഭയങ്കരമായ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ്. വസിയ്യത്തിന് പോലും ചാൻസ് അവിടെ ഇല്ല. എവിടെ സെക്കൻഡ് മതി വസിയ്യത്ത് ചെയ്യാൻ. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അവരെ കൊണ്ടുപോകാൻ മലക്കുകൾ കൊണ്ടുപോകാൻ വന്നതാ, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ്. അതുകൊണ്ട് ഇനി കുടുംബത്തിലേക്ക് തിരിച്ചു പോരാൻ കഴിയില്ല. വാപ്പ ഇനി കണ്ണു തുറക്കൂല, വാപ്പ ഇനി എഴുന്നേറ്റിരിക്കൂല, വാപ്പാക്ക് ഇനി മിണ്ടാൻ കഴിയില്ല. വാപ്പയെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് മലക്കുകൾ. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അങ്ങനെയാണ് മനുഷ്യന് അന്ത്യം സംഭവിക്കുന്നത്. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. وأنفقوا مما رزقناكم. ഞാൻ നിങ്ങൾക്ക് തന്ന സമ്പത്ത് നിങ്ങൾ ചെലവഴിച്ചോളൂ അല്ലാഹുവിന്റെ മാർഗത്തിൽ. ഖുർആനിൽ ഇൻഫാഖ് ചെലവഴിക്കുക എന്ന് പറഞ്ഞ പ്രയോഗം സ്വതക്ക നൽകുക എന്നാണ് അർത്ഥം കേട്ടോ. വഅൻഫിഖു അല്ലദീന യുൻഫിഖൂന. ചിലരെങ്കിലും അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്, സ്പെൻഡ് ചെയ്യുക, കൂടുതൽ സ്പെൻഡ് ചെയ്യാനാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെ അടിച്ചു പൊളിക്കുക, അങ്ങനെ ചെലവാക്കിക്കോളൂ, പൈസ പിടിച്ചു നിർത്തണ്ട, അതല്ല. ഖുർആനിന്റെ ആ പ്രയോഗം എന്താണ്? ദാനം ചെയ്യുക, അല്ലാഹുവിന് തൃപ്തിയുള്ള വഴിയിൽ ചെലവഴിക്കുക എന്നാണ്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവഴിച്ചോളൂ. മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം ആസന്നമാകുന്നതിന്റെ മുമ്പ്. ഫയഖൂല. മരണം ആസന്നമാകുമ്പോൾ പറയും, റബ്ബി, എന്റെ റബ്ബേ, ലൗലാ അഖർതനി. മനുഷ്യൻ കൊതിച്ചു പോകുന്ന ഈ ഖൗലിന് പറയുമെന്ന അർത്ഥമില്ല, മനസ്സിൽ ആഗ്രഹമായി പോകും. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. വളരെ കുറഞ്ഞ സമയം, അജലുൻ ഖരീബ്, വളരെ കുറഞ്ഞ അടുത്ത ഒരു സമയം വരെ അല്ലാഹു, 1 മിനിറ്റ്, 1 മണിക്കൂർ, ഒരല്പനേരം എന്നെ പിന്തിച്ചു തരുമോ? ഫസ്വദ്ദഖ. എനിക്ക് സ്വതക്ക ചെയ്യാൻ പറ്റിയേക്കും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഗതി ഏതാ? കുട്ടികളെ, ഇതാ വാപ്പാന്റെ പൈസ ഇത്ര കൊടുത്തേക്കിട്ട പള്ളിക്ക്, ആ പാവപ്പെട്ടവർക്ക്, നമ്മുടെ അയൽവാസിക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, ഇതാ എന്റെ സംഖ്യ ഇത്ര സ്വതക്കയാണ് എന്ന് വാപ്പാക്ക് പറഞ്ഞാൽ മതി. കൊടുക്കൽ പിന്നെ മക്കൾ കൊടുത്തോളൂ. ആ പറയാനുള്ളൊരു സമയം തരുമോ പടച്ചോനെ എന്ന് മനുഷ്യൻ കൊതിച്ചു പോകും. എന്നാൽ ഇത് പറയാനുള്ള നേരമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വതക്ക ഞാൻ കൊടുക്കട്ടെ എന്ന് ഇയാൾ പറഞ്ഞേക്കും. പക്ഷെ കൊതി വന്നു പോകും. മരണം ഇങ്ങനെ ശരീരത്തിലേക്ക് ആയിക്കഴിഞ്ഞു, മിണ്ടാൻ പറ്റണില്ല. എന്തൊരവസ്ഥയായിരിക്കും ഇതിലെ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ കാണുന്നുണ്ടെന്ന് മുമ്പിലുള്ള ആളുകൾ അറിയുന്നില്ല. നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവരറിയുന്നില്ല ഞാൻ കേൾക്കുന്നുണ്ടെന്ന്. വല്ലാത്തൊരവസ്ഥയായിരിക്കും. കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്, കിടത്തുന്നുണ്ട്, അവർ പലതും സംസാരിക്കുന്നുണ്ട്. ഈ എപ്പോഴും നിരന്തരം മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് അങ്ങനെ ഒരു അസുഖം വരാറുണ്ട്. എങ്ങനെ? അവർക്കതിൻ്റെ ഹുർമത്ത് നഷ്ടപ്പെടും. വർത്താനം പറയും കൂളായിട്ട്. ഖബറിലേക്ക് മയ്യത്തിനെടുത്ത് വെക്കുമ്പോൾ ഖബർ കുഴിക്കുന്ന സമയത്ത് തമാശ പറയുന്ന ആൾക്കാരുണ്ട്. തമാശ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അത് ശീലമായിപ്പോയി. തൊട്ടപ്പുറത്ത് മയ്യത്തുണ്ടായിരിക്കും, പരിസരത്ത് മയ്യത്തുകൾ കിടക്കുന്നുണ്ട്. ഈ ഖബർ കുഴിക്കുന്ന നേരത്ത് നിരന്തരം ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കൺടെംപ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ഒരു ഹുർമത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ ആവരുതെന്നാണ്. അത് പാഠം ഉൾക്കൊള്ളേണ്ട സമയമാണ്, അർത്ഥം ഉൾക്കൊള്ളേണ്ട സമയമാണ്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുപോകും റബ്ബേ. സ്വതക്ക ചെയ്താൽ സ്വാലിഹായി പോകുന്ന, അതാണ് സ്വതക്ക ചെയ്യുന്നവർ സ്വാലിഹീങ്ങളാണ്. ഇവിടെ ഒരുപാട് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി സഹായിച്ച ആളുകളുണ്ട് അല്ലേ? ഇവിടെ പാണക്കാട് പ്രൊജക്ട് നമ്മുടെ മുസ്തഫ ഉദവി ആക്കോട് കൂടെ വന്നിരുന്നു. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പദ്ധതികൾ നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ നിരന്തരം കൈയഴിഞ്ഞു കൊടുക്കുന്ന ഒരുപാട് മുതലാളിമാരുണ്ട്. അള്ളാഹു അവരിൽ നിന്നൊക്കെ ഇത് സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടൊക്കെ അവരെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു ചേർക്കുമാറാകട്ടെ. അതൊക്കെ മരണത്തിന് മുമ്പേ ചെയ്ത് തീർക്കേണ്ട വിഷയങ്ങളാണ്. മരണത്തിന്റെ സമയം ആസന്നമായാൽ അള്ളാഹു ആരെയും പിന്തിക്കൂല.
ഒരാളെ പിന്തിക്കുന്നുണ്ട്. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. മരണമാസന്നമായിട്ട് ഇയാൾ വിടണോ ഇപ്പൊ വേണ്ട എന്ന് മലക്ക് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. അത് ദീർഘമായ ഹദീസിൽ 10-15ഓളം ആളുകളുടെ അനുഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നത്, സ്വപ്ന ദർശനം ഉണ്ടായത്, തങ്ങൾ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഹദീസ് നമ്മൾ ചർച്ച ചെയ്യുന്നു. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു ആരെയും പിന്തിക്കുന്നില്ല. സമയം നമ്മൾ ഓൺ ടൈം ഓടുന്ന വണ്ടിയാ മനുഷ്യൻ്റേത്. സമയമായാൽ ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. വേറെ മക്കൾ ജനിക്കാനുണ്ട്, വളരാനുണ്ട്, അവർക്കിവിടെ സ്പേസ് വേണം. അതുകൊണ്ട് വെക്കേറ്റ്സ് ഒഴിവാക്കി കൊടുത്തേക്കണം. പുതിയ ആൾ വരണം. ഇവിടെ എല്ലാവരും ഇവിടെ തന്നെ മരിക്കാതെ എന്ത് ചെയ്യും? അതുകൊണ്ട് സമയമായാൽ പോകേണ്ടവരാണ്. പിന്നെ ആരെയും പിന്തിക്കൂല അല്ലേ? അങ്ങനെയാണ് ചില ബസ്സൊക്കെ കണ്ടല്ലേ, അതിൻ്റെ സ്റ്റോപ്പിൽ നിന്ന് ടയറങ്ങ് മൂവ് ചെയ്ത് തുടങ്ങിയ പിന്നെ എത്ര ഓടി വന്നിട്ടും കാര്യമില്ല, ഡ്രൈവർ നിർത്തൂല. ടൈം കഴിഞ്ഞു പോവാണ്. എനിക്ക് മരണത്തങ്ങനെ ഓർമ്മ വരും. റബ്ബേ, ടൈമായി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല, ബസ് വരെ നിർത്തണില്ല, പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിർത്തുക? സുബ്ഹാനല്ലാഹ്. ഫഅസ്വദ്ദഖ വകും മിനസ് സ്വാലിഹീൻ. ونفخ في السور فإذا هم من الأجداث إلى ربهم ينسلون. ونفخ في السور. സൂറ കാഹളത്തിൽ ഊതുന്ന മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം സറഫയേൽ എന്നാണ് അറിയപ്പെടുക ബൈബിൾ പുസ്തകങ്ങളിലൊക്കെ. സറഫയേൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം. വനുഫിഖ ഫിസ്സൂർ. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. സൂർ എന്നത് ഖർനുൻ, ഒരു കൊമ്പാണ്. അതിന്റെ വലുപ്പം എത്രയാണ് അള്ളാഹുവിനെ അറിയുള്ളൂ. അതിന്റെ രൂപം എന്താണ് അള്ളാഹുവിനെ അറിയൂ. അത് വായിലേക്ക് വെച്ച് ചേർത്ത് വെച്ച്, ചുണ്ടുകളോട് ചേർത്ത് വെച്ച് നിൽക്കുന്നു ഇസ്രാഫീൽ അലൈഹിസ്സലാം. ചെവി കൊടുത്ത് അള്ളാഹു എപ്പോഴാണ് ഓർഡർ കൊടുക്കുന്നത് എന്ന കൃത്യമായി ഉറങ്ങാതെ അള്ളാഹുവിന്റെ കൽപ്പനയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഊതുക എന്ന് അള്ളാഹു പറഞ്ഞാൽ ആ ട്രംപറ്റ്, നമ്മുടെ ഭൂമിയിലെ ട്രംപറ്റിനോട് ഉപമിക്കരുത്. അത് കുട്ടികളൊക്കെ അങ്ങനെ ട്രംപറ്റ്, അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് ആലോചിച്ചു. ബ്ലോയിങ് ഇൻ ദ ട്രംപറ്റ്, നമ്മുടെ ഈ ട്രംപറ്റ് അല്ല, അത് അള്ളാഹുവിന്റെ മലക്കിന് അള്ളാഹു നൽകിയ, അള്ളാഹുവിന്റെ മാത്രം അതിന്റെ അസ്ലും അതിന്റെ കുൻഹും എന്താണ് അതിന്റെ റിയാലിറ്റി എന്ന് ഇറ്റ്സ് ഓൺലി നോൺ ടു അല്ലാഹ്, നമുക്കറിയില്ല. ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അവരവരുടെ ശരീരങ്ങളിൽ നിന്ന്, അജ്ദാഥിൽ നിന്ന്, ഖബറുകളിൽ നിന്ന്, ഇലാ റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക്, യൻസിലൂൻ കൂട്ടമായി ഒഴുകി വരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നടക്കുകയാണ്. ഖാലൂ അവർ പറയും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. പടച്ചോനെ ഞങ്ങളുടെ നാശമേ, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഞങ്ങളുടെ ഈ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന്, ഇവിടെ നിന്ന് ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? ആരാണ് നമ്മൾ കിടന്നുറങ്ങിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചത്? മൻ ബഅസനാ മിൻ മർഖദിനാ. ആ എഴുന്നേൽക്കൽ അവർക്ക് മോശമാണെന്നറിയുന്നവരാണ്. അതുകൊണ്ട് അവർ പറയും, എന്റെ നാശമേ, എന്റെ നാശമേ, യാ വൈലന എന്നവർ പറയും. യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിനാ. ആരാണ് ഇവിടെ നമ്മൾ എഴുന്നേൽപ്പിച്ചതാവോ എന്നവർ പറയും. കാരണം ഇങ്ങനൊരു എഴുന്നേൽപ്പില്ല എന്നാണല്ലോ ഞാൻ ഉറപ്പിച്ചത്, പിന്നെ ആരാണ് എഴുന്നേൽപ്പിച്ചത്? മലക്കുകൾ ഇങ്ങനെ മറുപടി പറയും. അവിടെ മലക്കുകളുടെ മറുപടി വരും, ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് കാരുണ്യവാനായ അല്ലാഹു കരാർ ചെയ്തതാണ്, അല്ലാഹുവിന്റെ കരാറാണ്. വസദഖൽ മുർസലൂൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞതും സത്യമായിരുന്നുവല്ലോ. അവർ പറഞ്ഞില്ലേ മരണാനന്തരം ജീവിതമുണ്ടെന്ന്? ഇത് നടക്കാൻ പോവാണ്. അതൊക്കെ ശരിക്കും ലൈവായിട്ട് നടക്കണ പോലെ അല്ലാഹു ഇങ്ങനെ വിവരിക്കാൻ. നിങ്ങൾക്ക് അറബ് ഭാഷ ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ, ഈ മലയാളത്തിൽ പറയണതല്ല ഇതിന്റെ ആശയം, അത് ശരിക്കും അറബിയിൽ തന്നെ ഉൾക്കൊള്ളണം. പിന്നെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അത് ആ ഖുർആന്റെ ഭാഷയുടെ ഒരു പ്രത്യേകത. ഇതേ ആശയം നമ്മൾ വേറെ അറബിയിൽ എഴുതി നോക്കി ഇങ്ങനെ ആവില്ല. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഇതേ ആശയം ഏത് ഭാഷയിൽ എഴുതിയാലും ആ ഇജാസ് നഷ്ടപ്പെടും. ആ വാക്ക്, അള്ളാഹു ആദ്യം പറഞ്ഞ അക്ഷരം, അവസാനം പറയുന്നത്, ഇതൊക്കെ ഭയങ്കരമായ ആശയം ശരിക്കും കംപ്രസ് ചെയ്യാണ് അതിന്റെ ഉള്ളിൽ. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ഇത് കാരുണ്യവാൻ കരാറു ചെയ്തതാണ്.
വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട, ഇത് മുമ്പ് പറഞ്ഞു തന്ന വിഷയമാണല്ലോ എന്ന് പ്രവാചകന്മാർ പറഞ്ഞു തന്ന വിഷയം സംഭവിച്ചിരിക്കുകയാണെന്ന് മാലാഖമാർ മറുപടി കൊടുക്കും. ഖുർആൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ ഒരു തജ്വീദിന്റെ ഒരു റൂൾ ഇവിടെ ഉണ്ട്. അതായത് യാസീനിലെ 52-ാമത്തെ ആയത്താണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അതിന്റെ മേലെ ഒരു സീൻ കാണും, സക്ത. മേലെ ഒരു ഖാഫും ലാമും ഇങ്ങോട്ട് ബാക്കോട്ട് ഒരു യാവും. ഖിലേ എന്നാൽ അൽ വഖഫു ഔല എന്നതിന്റെ ഷോർട്ടാണ് ആ ഖാഫും ലാമും. അൽ വഖഫു ഔല, അതിന്റെ താഴെ സീനും. സക്ത, സക്ത എന്ന് പറഞ്ഞാൽ മിൻ മർഖദിന എന്ന് എത്തുന്നിടത്ത് ശ്വാസം വിടാതെ ഒന്ന് പോസ് ചെയ്യാം. എങ്ങനെ? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ. ഒന്നുകിൽ അങ്ങനെ ഓതണം, അല്ലെങ്കിൽ അൽ വഖഫ് ഔല, അവിടെ സ്റ്റോപ്പ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ശ്വാസം വിടുക, എന്നിട്ട് ശ്വാസം എടുത്തിട്ട് ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, അങ്ങനെ ഓതുക. അങ്ങനെയാണ് ഓതേണ്ടത്. എങ്ങനെ ഓതിക്കൂടാ? ആ പറയില്ല ഉസ്താദ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിപ്പോവും അല്ലേ. ഇങ്ങനെയാണ് ഓതേണ്ടത്, മനസ്സിലായല്ലോ. അവിടെ നിർത്തണം. ആരെയും ബാത്റൂമിൽ കുടുങ്ങി പോയിട്ടുണ്ടോ നോക്കി, ലോക്കായി പോയെങ്കിലും സംഭവിക്കും. അങ്ങനെ ആണോ? ആ നോക്കി ബാത്റൂമിലെ കുടുങ്ങിയ എന്താ അവസ്ഥ? ഒരു ദിക്റോടെ ചൊല്ലാൻ പറ്റൂല, വെറുതെ ടൈം വേസ്റ്റ് ആവില്ലേ. صلاة جل صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الله. അപ്പോ അവിടെ വഖഫ് ചെയ്ത് ഓതണം. വഖഫ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ. അങ്ങനെ ഓതിയാൽ അർത്ഥം വ്യത്യാസപ്പെടും. അപ്പൊ എന്താവും? മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ, ഈ ഉറങ്ങുന്നിടത്ത് നിന്ന് ആരാണാവോ നമ്മൾ എഴുന്നേൽപ്പിച്ചത് എന്ന അർത്ഥം. മർഖദിന ഹാദ, ശരിക്കും എന്തുള്ളൂ? മിൻ മർഖദിന, നമ്മൾ കിടന്നെടുത്തുനിന്ന് ആരാണ് നമ്മൾ എഴുന്നേൽപ്പിച്ചത് എന്നവർ പറയും. ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് കാരുണ്യവാൻ മുമ്പ് പറഞ്ഞതാണല്ലോ എന്ന് മലക്കൾ മറുപടി തരും. അതാണ് അർത്ഥം വരേണ്ടത്. നമ്മൾ ചേർത്തി ഓതിയാൽ എന്ത് സംഭവിക്കും? മൻ ബഅസനാ മിൻ മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ, ഈ കിടന്നിടുന്ന ആരാ റബ്ബേ നമ്മൾ എഴുന്നേൽപ്പിച്ചത്? മാ വഅദ റഹ്മാൻ, കാരുണ്യവാൻ കരാറൊന്നും ചെയ്തിട്ടില്ലല്ലോ. അർത്ഥാകെ മാറിപ്പോവും. അല്ലെങ്കിൽ കാരുണ്യവാൻ കരാറ് ചെയ്തത് സബ്ജക്റ്റ് പറയും, പ്രെഡിക്കേറ്റ് കിട്ടൂല. അപ്പം ജുംല അർത്ഥം പൂർത്തിയാവില്ല. അതുകൊണ്ടാണ് നിർത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ഓതുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നിർത്തൽ നിർബന്ധമായ ഒരു ആയത്ത് വരുന്നുണ്ട്. അത് നമ്മുടെ ഫലാ യഹ്സുൻക ഖൗലുഹും 76-ാമത്തെ ആയത്താണ്. യാസീനങ്ങൾ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഫലാ യഹ്സുൻക ഖൗലുഹും, നബിയെ അങ്ങയെ സംബന്ധിച്ച് അവർ പറയുന്ന ഒരുപാട് മോശപ്പെട്ട വാക്കുകളുണ്ട്, അതിലൊന്നും അങ്ങ് സങ്കടപ്പെടേണ്ട. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون فلا يحزنك قولهم. അത് കഴിഞ്ഞെടുത്തൊരു മീം കാണും. ആ മീം എഴുതിയതുപോലെ എവിടൊക്കെ മീം വരുന്നുണ്ടോ ഖുർആനിൽ, അവിടൊക്കെ അൽ വഖഫു ലാസിം, ഇറ്റ്സ് മാൻഡേറ്ററി ടു സ്റ്റോപ്പ്. അവിടെ നിർത്തൽ നിർബന്ധമാണ്, നിർത്തിയേ പറ്റൂ. യാസീനോതും ശ്രദ്ധിക്കാതെ ഓതും. ചിലപ്പോൾ ഉസ്താദ്മാരനെ പറയും അറിയാതെ ഓതലുണ്ട്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു, തെറ്റാണ്, അങ്ങനെ ഓതാൻ പാടില്ല. ഫലാ യഹ്സുൻക ഖൗലുഹും, നിർത്തുക. ശ്വാസം വിടെങ്കിൽ ശ്വാസം വിടുക, വെള്ളം കുടിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. നബിയെ അവര് പറയുന്നത് നിങ്ങൾ സങ്കടപ്പെടണ്ട. ഇന്നാ നഅലമു, നമുക്കറിയാം. മാ യുസിറൂന, അവര് സ്വകാര്യം പറയുന്നത്. വമാ യുഅ്ലിനൂൻ, അവര് പരസ്യമായി പറയുന്നതും എനിക്കറിയാം നബിയെ. ഇത് നിങ്ങൾ വിഷമിക്കണ്ട. ഇതാണ് അർത്ഥം.
ചേർത്തി ഓതിയാലോ? ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുലിനൂൻ. നബിയെ, അവർ പരസ്യമായി പറയുന്നതും സ്വകാര്യം പറയുന്നതും ഞാൻ അറിയും എന്നവർ പറയുന്നുണ്ട്. അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെയല്ലല്ലോ അർത്ഥം. അവർ പറഞ്ഞത് എന്താണെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഇന്നാ നഅലമു, എനിക്കറിയാം. അത് ചേർത്തി വന്നാൽ ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുലിനൂൻ എന്ന വാക്ക് ഖൗല് നിങ്ങൾ കേട്ട് സങ്കടപ്പെടേണ്ടെന്നായി പോകും. അത് അർത്ഥമാകെ ഗുരുതരമായ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അവിടെ നിർത്തൽ നിർബന്ധമായത്. ഫലാ യഹ്സുൻക ഖൗലുഹും, യാസീനിലെ 76-ാമത്തെ അവസാനത്തിന്റെ ആ ഭാഗത്ത്. അത് കഴിഞ്ഞാലാണ് അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. അത് എപ്പോഴും ശ്രദ്ധിക്കുക, ഓതുന്ന സമയത്ത് പഴച്ചു പോകരുത്. എല്ലാ സമയത്തും യാസീൻ പറഞ്ഞതല്ല. ചിലപ്പോഴൊക്കെ ഞാൻ എവിടെയെങ്കിലൊക്കെ യാസീൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അത് മൈക്കിൽ ഓതുകയാണെങ്കിൽ നിർത്തിയിട്ട് പറയാറുണ്ട്. അവിടെ ചേർത്തി ഓതുമ്പോൾ അവിടെ നിർത്തണം, അത് ചേർത്തി ഓതാൻ പാടില്ല. പിന്നെ നമ്മൾ അഴുതൊക്കെ ചൊല്ലി പിന്നെ ചേർത്തി ഓതിയാൽ മതി. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളത് മനസ്സിലാക്കുക. ഓതുന്നവർ മുഴുവൻ ആളുകളും യാസീൻ എപ്പോഴും ഇടക്കിടക്ക് ഓതുന്ന സൂറത്തല്ലേ. ഫലാ യഹ്സുൻക ഖൗലുഹും, അവിടെ നിർത്തുക. വഖഫ് ലാസിം, നിർത്തൽ നിർബന്ധമാണ്. ഇവിടെ സക്തയാണ്. ചേർത്തി ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ശ്വാസം വിടാതെ ഒന്ന് നിർത്തിയിട്ടേ പോകാവൂ. മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ, അങ്ങനെ ഓതാം. അല്ലെങ്കിൽ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. ഒരേ ഒരു അട്ടഹാസമേ ഉണ്ടാകുന്നുള്ളൂ. ഫഇദാ ഹും, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്ന ഒരു മുഴക്കം, ഭയങ്കരമായ ശബ്ദം, ചെകിടടപ്പിക്കുന്ന ശബ്ദം, മനുഷ്യർ പേടിച്ചു പോകുന്ന ശബ്ദം. ഫഇദാ ഹും ജമീഉ ലദൈനാ മുഹ്ളറൂൻ. അത് രണ്ടാമത്തെ ഊത്താണ്. ഒന്നാമത്തെ ഊത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ, the entire universe will come to an end, എല്ലാം അവസാനിക്കും ഒന്നാമത്തെ ഊത്തിൽ. രണ്ടാമത്തെ ഊത്ത് the blow of resurrection, മരണാനന്തര ജീവിതത്തിനുള്ള, മരണത്തിന് ശേഷം ഖബറിന്ന് എഴുന്നേൽക്കാനുള്ള വിളിയാണ്. എഴുന്നേൽക്കാൻ വേണ്ടി പറയും. ജമീഉൽ ലദൈന, എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കും. ഇത് നടക്കുന്ന സ്ഥലം ഇന്നത്തെ സിറിയയും ഫലസ്തീനുമാണ്. ഭൂമിയെ അല്ലാഹു ഭൂമി അല്ലാതാക്കി മാറ്റും. മഹ്ശറ നടക്കുന്നത് ഭൂമിയിലാണ്. സ്വർഗവും നരകവും ഭൂമിക്ക് ഉപരിതലത്തിലാണ്. മലക്കൾ കൊണ്ടുപോകുക ഉണ്ടാവുക. സ്വർഗവും നരകവും വേറെയാണ്. അല്ലാഹു തആല വിചാരണ നടത്തുന്നത് ഇവിടെയാണ്. അർളു ഷാം, ഷാമിന്റെ ഭൂമി. അർളുൽ മഹ്ശരി വൽ മൻശരി, മനുഷ്യർക്ക് മഹ്ശറയും പുനർജന്മവും അല്ലാഹു നൽകുന്ന സ്ഥലമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അന്നത്തെ ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർഡാൻ, പലസ്തീൻ, സിറിയ, ലബനോൻ, ഈ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന, അവിടെയൊക്കെ ഏതൊക്കെയായി? ലബനാന്, സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, ഈ പ്രദേശങ്ങൾ, ആ ഏരിയ, ഇറാഖിന്റെ ഒരു അല്പഭാഗം, മുമ്പത്തെ ഷാം, പഴയ ഷാം, ആ ഏരിയ, അവിടെയാണ് അള്ളാഹു നിരപ്പാക്കുന്നത്. ഭൂമിയെ അള്ളാഹു ഈ ഭൂമി അല്ലാതാക്കി മാറ്റുകയും, ഇന്നത്തെ കോലത്തുള്ള രാജ്യമല്ല, ഇന്നത്തെ രീതിയിലുള്ള മണ്ണല്ല അവിടെ ഉണ്ടാവുക. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി, ഈ ഭൂമി അല്ലാതാക്കി അല്ലാഹു മാറ്റും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഈ ഭൂമിയും ഈ ആകാശവും ഒന്നുമല്ല അന്നുണ്ടാവുക. പക്ഷേ ഇന്ന് എവിടെയാണോ ഷാം ഉള്ളത്, ഈ രാജ്യങ്ങളുള്ളത്, ആ പ്രദേശമാണ് അല്ലാഹു തആല മഹ്ശറക്ക് വേണ്ടി ഉണ്ടാക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് ആ ഒരു ഏരിയ, നമ്മുടെ ഹിജാസിന്റെ ആ ഭാഗങ്ങൾ. ഇന്ന് ഒരു ശരീരത്തോടും അല്പം പോലും ദുൽമു ചെയ്യപ്പെടുകയില്ല. ഇന്ന് അക്രമമില്ല. അല്ലാഹു ദുൽമു ചെയ്യൂല. നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും ഇല്ല. നമ്മൾ ചെയ്തതിനാണ് പ്രതിഫലം, നമ്മൾ ചെയ്തതിനാണ് ശിക്ഷ. അല്ലാഹു നമ്മൾ ചെയ്യാത്തതിന് ശിക്ഷിക്കുകയോ, അള്ളാഹുവിനത് ചെയ്യാം. ആരും അള്ളാഹുവിനെ ചോദ്യം ചോദിക്കാനില്ല. അതിന് ആരും അള്ളാഹുവിനെ ചോദ്യം ചെയ്യൂല. കാരണം ഒരു ഭൂമിയെ പോലെ, ആ ഭൂമി നിങ്ങൾക്ക് വേണ്ടടുത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കാം, വേണ്ട
അടുത്ത് വീട് വെക്കാം, വേണ്ട അടുത്ത് പാർക്കാക്കാം, വേണ്ട അടുത്ത് നിങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് വെക്കാം. നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടേതാണ് എന്നതുപോലെ അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളിൽ വേണ്ടത് ചെയ്യാം. വെറുതെ പിടിച്ചിട്ട് അള്ളാഹു നരകത്തിലേക്ക് ഇടാം, വെറുതെ ഒരാളെ സ്വർഗത്തിലേക്കാക്കാം. പക്ഷേ അള്ളാഹു കരാറ് ചെയ്തു അവന്റെ ഖുർആനിൽ, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരും, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ കത്തിയെരിയുന്ന നരകത്തിലേക്കാണ് പോകുന്നത്. ഈ വഅദ ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു തആല ഒരാൾ കരാർ അള്ളാഹു ലംഘിക്കുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ ആണയിട്ട് പറഞ്ഞു. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നരകവും സ്വർഗവും അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹു തആല സ്വർഗത്തിന്റെ അവകാശികളിൽ അള്ളാഹു നമുക്ക് പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താ അവിടെ ആരെയും കുടുങ്ങിയിട്ടുണ്ടോ? ബാത്റൂമിൽ കുടുങ്ങിയാ? അതായിരുന്നു വിഷയം. കുടുങ്ങിയതാണ്. അടച്ചാനെ പുറത്തേക്ക് വന്നു. ഈ കട്ടകാലം പിടിച്ചാൽ എന്തൊക്കെയാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. ചിലർ എവിടെയെങ്കിലും ചെന്നാൽ അവിടെ മെഷീനൊക്കെ കേടാവും. ചിലപ്പോൾ ലോക്കം കണ്ട് വീഴും. ചിലർക്ക് ഫോട്ടോ കോപ്പി എന്നാൽ ഇത് വർക്ക് ചെയ്യണില്ല, ഞാൻ നാളെ വരിക, അങ്ങനെ കുടുങ്ങുന്നൊരവസ്ഥ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. ട്രെയിനിലൊക്കെ ഉണ്ട് അങ്ങനെ കുടുങ്ങാൻ. വണ്ടി സ്റ്റേഷനിൽ എത്തിയിരിക്കാൻ ഡോർ തുറന്നിട്ട് കിട്ടണ്ടേ? യാ റബ്ബേ, ഡോർ അങ്ങോട്ട് ജാമായിട്ട് എന്താ ട്രെയിനിൻ്റെ ഡോറിൻ്റെ ഒക്കെ കനം. എങ്ങനെ പിടിച്ചാലും വലിച്ചാലും പെണ്ണുങ്ങളൊക്കെ ഇടങ്ങാറായി പോകും. ട്രെയിൻ അപ്പോൾ അത് വിടും, സ്റ്റേഷൻ വിടും ചെയ്യും. അപ്പോൾ അത് വല്ലാത്തൊരു പരീക്ഷയാണ്. നമ്മൾ സിമ്പിളായിട്ട് വിചാരിക്കും. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ താഴെ വെക്കുന്ന ലോക്ക് ഉണ്ടല്ലോ, താഴെ ലോക്ക് വെക്കുന്നത്, അത് വലിയ ബുദ്ധിയൊന്നുമല്ല. കുട്ടികളൊക്കെ അങ്ങനെ ലോക്ക് ഇട്ട് അവരകത്ത് പോയാൽ എത്രയോ വീടുകൾ കുത്തിപ്പൊളിക്കണില്ലേ കുട്ടികളുള്ളിൽ കുടുങ്ങിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഏതായാലും അല്ലാഹു തആല കാക്കുമാറാകട്ടെ. നമ്മുടെ ഞാൻ അറിയുന്ന ഒരാളിപ്പോൾ ഷാർജയിലുണ്ട്. അദ്ദേഹം ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു ഏകദേശം ഇവിടെ നിന്നൊരു 20 കൊല്ലം മുമ്പ് അദ്ദേഹം ഷിപ്പിൽ കയറി, ഷിപ്പിലെ ഷാർജയിലെ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്യാണ്, മാരിടൈം എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ. അങ്ങനെ അതിൽ ഫ്രീസർ റൂമുണ്ട്. ഫ്രീസർ റൂം, അതിൻ്റെ അകത്തേക്ക് കയറിയതാ, ഡോറങ്ങ് അടഞ്ഞുപോയി, അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. എങ്ങനെ മുറിച്ചിട്ടും ഡോർ തുറയണില്ല. ഫ്രീസർ ആ റൂം ഞാൻ പോയി കണ്ടു. ആ കപ്പലിൽ കയറിയിട്ട് ആ റൂം കാണിച്ചെന്ന് ഉസ്താദെ. അയാൾ ശരിക്കണം കടന്നു, കിബിലാക്കും ചെരിഞ്ഞ് കൈ നിന്നിട്ട് കെലിമ ചൊല്ലിയാണ് കടന്നു. ഇനിയിപ്പോൾ എന്ത് രക്ഷയില്ലല്ലോ, ആരെ വരുന്നത്, കപ്പലിൽ ആരും വരാനില്ല. കുറേ നേരം വിളിച്ചു നോക്കി, വാതിൽ മുട്ടിയിട്ട് ആരും, അത് പാസഞ്ചർ കപ്പലും അല്ല. അങ്ങനെ കടന്ന ആൾ അനുഭവം പറഞ്ഞു. യാ അല്ലാഹ്, കൈ നീട്ടി കാലൊക്കെ നിർത്തി വെച്ചു. കാരണം എങ്ങാനും കയ്യും കാലം എങ്ങനെയൊക്കെ ആണെങ്കിൽ ഫ്രീസായി പോയാൽ കയ്യും കാലൊക്കെ നിർത്തി വെച്ചു. അദ്ദേഹത്തിന് തോന്നി ആ ഒരു ഈമാൻ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ശരിക്കും കടന്നു കൊടുത്തു. കാരണം എങ്ങാനും മരിക്കുകയാണെങ്കിൽ കയ്യും കാലൊന്നും അവിടെ ഇവിടെ ഉറച്ചു പോകണ്ട, നേർക്ക് നേരെ വെച്ചിട്ടാണ് കടന്നു. അങ്ങനെ ഇരിക്കും ഒരു പാകിസ്ഥാനി വന്ന് തുറന്നു പറഞ്ഞു. യാ അല്ലാഹ്, എണീറ്റ് ഒറ്റ ഓട്ടം. എന്തായിരിക്കും ഇപ്പം അവസ്ഥയിൽ? എങ്ങനെ ആലോചിച്ച് നോക്കി കുടുങ്ങിപ്പോയാൽ. പണ്ടൊരാൾ കട്ടക്കാലം പിടിച്ചു, എവിടെ ചെന്നാലും കട്ടക്കാലം എന്ന് പറഞ്ഞേ. ഞാനിപ്പോൾ അതായത് നിസ്കരിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. എങ്ങനെയാലും പള്ളി കയറൂല. അപ്പോൾ ആ മനുഷ്യനെ ഞാൻ കണ്ടോ, എനിക്ക് ഞാൻ കാണുന്നൊരു കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണത്. ഇവിടെ നാട്ടിലാണ്, നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ മൂപ്പരെ പിടിച്ചു പള്ളി കയറ്റിക്കൊണ്ടേ ഒരു ദിവസമെങ്കിലും നിസ്കരിക്കുക ഒരു മരുവിസ്കാരത്തിന് കൊണ്ടുപോയതാ. ഇപ്പൊ നിസ്കാരക്കത്തിന്റെ റക്കയത്തൊക്കെ അറിയും, നിസ്കരിക്കൂല. അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ. എല്ലാത്തിനും ഉഷാറാം, ധർമ്മം ചെയ്യാൻ ഉഷാർ, നിസ്കരിക്കൂല. അങ്ങനെ മഗ്‌രിബിനെ പിടിച്ച് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, അന്ന് ഇമാമിനെ പഴച്ച് മഗ്‌രിബ് 4 റക്അത്ത്. പുറത്തിറങ്ങിയിട്ട് പറയാം, കട്ടക്കാലം പിടിച്ചാൽ എവിടെ ചെന്നാലും കട്ടക്കാലം. 3 റക്അത്ത് തീരേണ്ടത് 4 പോയല്ലോ എന്നില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ്. അല്ലാഹ്. അപ്പോ പരലോകം എന്ന് പറഞ്ഞത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു സമസ്യയാണ്. ഖുർആൻ ചർച്ച ചെയ്ത 6236 ഖുർആനിന്റെ ആയത്തുകളിൽ 1000 ആയത്തിന്റെ ചർച്ച പരലോകമാണ്, ആഖിറമാണ്. അല്ലാഹു തആല ഈ ആയത്തുകളിൽ, ഈ 5-6 ആയത്തുകളിൽ അല്ലാഹു ചർച്ച ചെയ്ത വിഷയം എങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വരുന്നു, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നു, അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. അത് തന്നത് പരിശുദ്ധ ഹദീസിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്.
മരണം ആസന്നമാകുന്ന രംഗം സൂറത്തു ഖാഫിലുണ്ട്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഓരോരുത്തന്റെ കൂടെയും സായിഖുൻ വശഹീദ്, സായിഖുമുണ്ട് ഷഹീദുമുണ്ട്. സായിഖ് എന്ന് പറഞ്ഞാൽ മശ്റയിലേക്ക് കൊണ്ടുപോകാൻ ഒരു മലക്ക് വരുന്നുണ്ട്. ഷഹീദുൻ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് സാക്ഷി പറയാനുള്ള മലക്കും കൂടെ ഉണ്ടാവും. 2 മലക്കുകളായി. അതുമാത്രമല്ല ഖരീൻ വഹ്ശുറുൽ ലദീന ളലമു വഅസ്വാജഹും വമാ കാനൂ യഅ്ബുദൂൻ എന്ന ആയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ആശയം, അല്ലാഹു ഒരു മനുഷ്യന്റെ കൂടെ ഖരീൻ, പിശാച്ചിന്റെ ഒരു കൂട്ടുകാരൻ എനിക്കും നിങ്ങൾക്കൊക്കെ അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഒരു പിശാച്ച് കൂട്ടുകാരൻ ഖരീൻ എന്നാ പറയാം. എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞു എനിക്കുമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഖരീനുണ്ട്. സ്വഹാബികൾ ചോദിച്ചു നബിയെ എങ്ങക്കുണ്ടോ നബിയെ ഖരീൻ? പിശാച്ച് തിന്മയിലേക്ക് വിളിക്കാൻ. തങ്ങൾ പറഞ്ഞു ബല, എനിക്കുമുണ്ട്. വലാകിന്നഹു അസ്ലം ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ. എന്റെ ഖരീന് മുസ്ലിമാണ്, അവൻ എന്നോട് നന്മയല്ലാതെ മറ്റൊന്നും പറയൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എനിക്കും നിങ്ങൾക്കും ഖരീനുണ്ട്. നമ്മുടെ കൂടെ ഖരീൻ, ഒരാൾ പിശാച്ചിന്റെ ഒരു കൂട്ടുകാരനുണ്ട്. തിന്മ പ്രേരിപ്പിക്കാനും തിന്മ പറയാനും അയാൾ നമ്മുടെ കൂടെയുണ്ടെന്നാണ്. ഈ അടുത്ത് ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ഒരു ജിന്ന്, അയാളിപ്പോൾ ജീവിച്ചിരിപ്പുള്ള ജിന്ന. 180 വയസ്സായി എന്ന് പറഞ്ഞു. മനുഷ്യരുടെ കണക്ക് പ്രകാരം 17 വയസ്സ്, അവരുടെ കണക്ക് 180 വയസ്സ് പ്രായമായി. അദ്ദേഹം ബോംബെക്കാരനാണ്, പക്ഷെ മുസ്ലിമായത് ഈജിപ്തിൽ വെച്ചാണ്. അങ്ങനെ ഈജിപ്തിലെ മുഹമ്മദ് ദാവൂദ് ഈസ എന്ന് പറയുന്ന ഒരു വലിയൊരു പത്രപ്രവർത്തകനും പണ്ഡിതനുമുണ്ട്. അദ്ദേഹം ഈ ജിന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുമല്ലോ, അദ്ദേഹത്തിന്റെ പെങ്ങളെ കുട്ടിയിലേക്ക് പ്രവേശിപ്പിച്ച് അങ്ങനെ ആ ജിന്നുമായി മുസ്തഫയുമായി സംസാരിച്ചു. മുസ്തഫ ക്രിസ്ത്യാനിയായിരുന്നു, മുസ്ലിമായി, ഇന്നിപ്പോൾ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹവുമായി നടന്ന ലൈവ് ചർച്ച ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹിവാറുൻ സഹ്ഫിയുൻ മഅ ജിന്നിൻ മുസ്ലിം. ഒരു മുസ്ലിമായ ജിന്നുമായി ഒരു പത്രപ്രവർത്തകന്റെ സംഭാഷണം. അത് സൗദി അറേബ്യയിലെ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിന്റെ ജനറൽ പേഴ്സണൊക്കെ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, അടിക്കുറിപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് അംഗീകരിച്ച പുസ്തകം. ഒരു അന്ധവിശ്വാസം ഒന്നല്ല എന്നർത്ഥം, അത് പണ്ഡിതന്മാർ അംഗീകരിച്ച ഒരു പുസ്തകം. അതിൽ ഭയങ്കര രസകരമായ സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മുസ്തഫ കഞ്ചൂർ എന്ന് ബോംബെയിൽ അദ്ദേഹത്തിന്റെ വല്യാപ്പയുടെ പേരാ കഞ്ചൂർ. അദ്ദേഹത്തിന്റെ വല്യാപ്പയുടെ ആ ഒരു തറവാടിന്റെ പേരാ. ക്രിസ്ത്യാനിയായിരുന്നു ഇയാള്. ആളെ പേരൊക്കെ പറയുന്നുണ്ട് ക്രിസ്ത്യാനി. വാപ്പയും വല്യാപ്പയും കാഫറുകളായ ജിന്നുകളുമായുള്ള ഒരു യുദ്ധത്തിൽ മരിച്ചുപോയവരാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മുസ്ലിമായതിന്റെ സന്തോഷം പറയുന്നുണ്ട്. ഈജിപ്തിന്റെ ഒരു ഷെയ്ഖ് ഇസ്മായിൽ ദാവൂദ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കയ്യാൽ അയാൾ മുസ്ലിമായത്. ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹം ഒരുപാട് സംഭവം പറയുന്നുണ്ട്. നമ്മൾ പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാൾ പറയുന്നത്, ഈ ഓടയിലേക്ക്, നമ്മുടെ ഈ അഴുക്കുകളുള്ള കെട്ടി നിൽക്കുന്ന വെള്ളം, അഴുക്കുചാല്, ഓവുചാലൊക്കെ ഉണ്ടല്ലോ, അവിടെ പിശാചുക്കൾ ഉണ്ടാവും. പിശാചുക്കളുടെ ജനിച്ച കുട്ടികൾ അവിടെ ഉണ്ടാവും. മുസ്തഫ കഞ്ചൂർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കണം. അപ്പൊ തിളച്ച വെള്ളം നിങ്ങൾ ഈ ഓടയിലേക്ക് ഒഴിച്ച, അപ്പൊ നമ്മുടെ റൂമിലൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ, ഏത് നമ്മുടെ വാഷ് ബേസിനിലൊക്കെ കിച്ചണിലൊക്കെ തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നോ പറയാതെ തിളച്ച വെള്ളം ഒഴിക്കരുത്. എങ്ങാനും ഈ പിശാചിന്റെ കുട്ടികൾ മരിക്കാൻ ഇത് ഇടയായി കഴിഞ്ഞാൽ അവർ ഈ ഒഴിച്ച ആളെ ഉപദ്രവിക്കുമെന്നും അവർക്ക് ശല്യം ഉണ്ടാക്കുമെന്നും എന്നൊക്കെ ഈ മുസ്തഫ കഞ്ചൂർ പറയുന്നുണ്ട്. ഇത് ഭയങ്കര രസകരമായ പുസ്തകം. മുഴുവൻ പറഞ്ഞ ഞങ്ങളൊന്നും ഉറങ്ങൂല പേടിച്ചിട്ട്. നബി തങ്ങളുടെ ഖരീൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. എത്ര 1800 വർഷം പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ പേര് പറഞ്ഞു, എന്താണ്, അബ്ദുൽ മെഹബൂബ് എന്നോ അങ്ങനെ എന്തൊരു പേരാണ് അദ്ദേഹത്തിന്റെ പേര്. നബി തങ്ങളുടെ ഖരീൻ മുസ്ലിമാണ്. അയാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ. ബർമുഡ ട്രയാങ്കിൾ, അവിടുത്തെ ഏറ്റവും വലിയ മിസ്റ്ററി എന്ന് പറയുന്നത്, അവിടുത്തെ നിഗൂഢത, ഇബ്ലീസിന്റെയും അവന്റെ ആളുകളുടെയും ആസ്ഥാനം ബർമുഡ ട്രയാങ്കിൾ ആണെന്ന്. അതുകൊണ്ട് അവിടെ ഏത് ഫ്ലൈറ്റോ ഏത് കപ്പലോ അള്ളാഹുവിന് ദിക്ർ ചൊല്ലാതെയോ ഖുർആൻ ഓതാതെയോ കടന്നുപോയാൽ അവർ പിടിച്ചു വെക്കുന്നതാണ്. അപ്പോൾ മുസ്തഫ കഞ്ചൂർ പറയുന്നുണ്ട്, അമേരിക്കൻകാരും ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഒക്കെ അവിടുത്തെ നിഗൂഢതയെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇതവർക്ക് കണ്ടെത്താൻ പറ്റുന്ന വിഷയമല്ല. ഇപ്പൊ ഇബ്ലീസിനെ കണ്ടോ എന്ന് ചോദിച്ചു ഈ പത്രപ്രവർത്തകൻ. നീ ഇബ്ലീസിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്ലീസിനെ ചെറുപ്പത്തിൽ 4 വയസ്സുണ്ടാവും എൻ്റെ വാപ്പ എന്നെ എടുത്തിട്ട് ഇബ്ലീസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ തലയിൽ തടവാൻ, അനുഗ്രഹം മേടിക്കാൻ വേണ്ടി. അപ്പോൾ വാപ്പ അന്ന് ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ കണ്ടു. പിന്നീട് ഒരിക്കലും ഞാൻ ഇബ്ലീസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അൽഹംദുലില്ലാഹ് അള്ളാഹു എനിക്ക് ഇസ്ലാം തന്നല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ. കടന്നുറങ്ങുമ്പോൾ ദിക്ർ
ചൊല്ലണമെന്നും ആയത്തുൽ കുർസി ഓതി കിടക്കണമെന്നും വിരിപ്പ് ഒന്ന് കുടഞ്ഞു കിടക്കണം എന്നൊക്കെ പറഞ്ഞ ഹദീസിന്റെ ഒക്കെ സാധ്യതയും അതിൻ്റെയൊക്കെ പ്രാബല്യവും അതിൻ്റെയൊക്കെ പ്രാധാന്യവും ഒക്കെ മുസ്തഫ കഞ്ചൂരി വിവരിക്കുന്നുണ്ട് വളരെ വിശദമായിട്ട്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇബ്ലീസിന് വാലുണ്ടെന്നാണ്, കൊച്ചു ചെറിയ വാലുണ്ട്. പിശാചുക്കളുടെ രൂപം, അവരുടെ കണ്ണ്, അവരുടെ ആകാരം, അവരുടെ ആണുങ്ങളും പെണ്ണുങ്ങളും, കുടുംബജീവിതം എങ്ങനെ അവർക്ക് മക്കളുണ്ടാകുന്നത്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ജിന്നുകളുടെ ലോകത്തിന്റെ രഹസ്യങ്ങളൊക്കെ മുസ്തഫ കഞ്ചൂരിന്ന് ചോദിച്ചു പഠിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അതിൽ ഖരീനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. നബി തങ്ങളുടെ ഖരീനെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അതേ പേര് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷേ അത് അബ്ദുൽ മെഹബൂബ് എന്ന് അങ്ങനെ എന്തോ ഒരു പേരാണത്. അപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഒരുപാട് ആളുകൾ അയാൾ ഇന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ മുസ്തഫ കഞ്ചൂരും അയാളുടെ കൂടെ നൂറുകണക്കിന് ആളുകൾ മുസ്ലിമായിട്ടുണ്ട് അതേ ദിവസം. അദ്ദേഹം ഇപ്പം മുസ്ലിമായിട്ട് ജീവിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി പഠിച്ചു, സ്വഹീഹ് മുസ്ലിം പഠിച്ചു, ഹദീസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തഫ്സീർ ഖുർആൻ 4 മാസം കൊണ്ട് ഇയാൾ മനഃപ്പാഠമാക്കി. ആ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. ബോംബെക്കാരനാ, മുസ്തഫ കഞ്ചൂർ എന്നാണ് പേര്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പേടിക്കൊന്നും വേണ്ട. അവരുടെ ലോകത്ത് ജീവിക്കുകയാണ്, നമ്മൾ നമ്മുടെ ലോകത്ത് ജീവിക്കുകയാണ്. പക്ഷേ നമ്മൾ കേട്ടുവരുന്ന പല സംഗതികളും ഹക്കായിരുന്നു എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാൻ ഒരു നല്ലൊരു ചാൻസാണ്. കാരണം ഒരുപാട് ലൈവ് വിഷയങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം, ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ അത് അറബിയിലാണ് കിതാബുള്ളത്, മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, മലയാളത്തിലുണ്ട്, പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഒരു മുസ്ലിം ജിന്നുമായി അഭിമുഖം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. കാരണം കാണുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കി, ഇൻട്രസ്റ്റിംഗ് ആണ്. ടൈം പാസ് വളരെ പെട്ടെന്ന് വായിച്ചു പോകും. നല്ല രസകരമായ ചില വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കുറേ ഉണ്ട്, എനിക്കിപ്പോൾ ഒന്ന് എല്ലാം ഓർമ്മ വരുന്നില്ല. ഇരിക്കട്ടെ. അപ്പോൾ ഖരീൻ, ഓരോരുത്തർക്കും ഖരീൻ ഉണ്ടെന്നാണ്. ഖരീൻ നമ്മുടെ കൂടെയുള്ള ഒരു പിശാച്ച്. അതിൽ മുസ്തഫ ഇവരുടെ കൂടെ ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിൽ ഒരു തത്തമ്മയുടെ ഒരു സ്റ്റാച്യു, ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പൊ മുസ്തഫ പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് ഈസയോട് അവർ പറഞ്ഞു, നിങ്ങൾ ആ സ്റ്റാച്യു അവിടെ വെക്കരുത്. തുറന്ന പിക്ചറുകൾ, മനുഷ്യന്റെ ഫോട്ടോ അല്ലെങ്കിൽ ജീവനുള്ള ഒരാളിന്റെ ഫോട്ടോ, ഒരു മൃഗത്തിന്റെ ഫോട്ടോ നിങ്ങൾ പ്രത്യക്ഷമായി വെച്ചാൽ അവൾ മുഴുവനും പിശാച്ചുകൾ കയറിയിരിക്കും. അപ്പോൾ പറഞ്ഞു, ഞാൻ 2 പിശാച്ചുക്കളെ കാണുന്നുണ്ട്, ഞാനതിൻ്റെ തലയൊന്ന് പിഴുതെടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അത് പിരിച്ചെടുത്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അവർ പുറത്തു പോയിട്ടുണ്ട്. അവർ ഇതിൻ്റെ തലയിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു 2 പിശാച്ചുക്കൾ. ഈ രൂപങ്ങൾ കുട്ടികളുടെ ടോയ്സിന് വിഷയമല്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, അപ്പം എന്താ കുട്ടികളുടെ ടോയ്സിൽ പിശാച്ച് വരൂലേ? പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ആയിഷ ബീവിയുടെ ഹദീസില്ലേ, ആയിഷ ബീവിക്ക് ഒരുപാട് പാവകൾ ഉണ്ടായിരുന്നു, അവർ കളിക്കുമായിരുന്നു എന്നൊക്കെ. അങ്ങനെ പിശാച്ചുണ്ടെങ്കിൽ നബി തങ്ങൾ പറയൂലേ അത് ചെയ്യാൻ പാടില്ല? എന്തോ അറിയില്ല, കുട്ടികളുടെ ടോയ്സിൽ ഇത് വരുന്നില്ല. അല്ലാത്തതിലൊക്കെ രൂപങ്ങൾ, ഷേപ്പ് ചെയ്ത് വെക്കുന്ന രൂപങ്ങൾ, പിക്ചറുകൾ നമ്മൾ പ്രത്യക്ഷപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണം. ആൽബത്തിലാക്കി വെക്കാം, നമ്മൾ മൂടി വെക്കാം, പക്ഷെ തുറന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കരുത്. ഇപ്പൊ ഈ ചില ബെഡ്റൂമിലൊക്കെ ഭാര്യയും ഭർത്താവ് കല്യാണം കഴിഞ്ഞ ഉടനെ റൊമാൻറ്റിക്കിന്റെ പീരീഡ് ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ, അപ്പോഴുള്ള പല ഫോട്ടോകളുണ്ടാവും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊക്കെ തോന്നുന്നത്. പിന്നെ അവർ അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ഓർമ്മക്ക് അവർ എപ്പോഴും വെക്കും. പിന്നെ നമ്മൾ എങ്ങനെ തല്ലിയാലും നമ്മൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ആൾക്കാരാണ് കേട്ടോ എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കണം അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കും. ചെയ്യരുത്, പൂട്ടി വെക്കുക. അലമാരി വെച്ചോളൂ, എടുത്തു നോക്കിക്കോളൂ, അതിനും കുഴപ്പമില്ല. പക്ഷെ എന്ത് തുറന്നു വെക്കരുത്, പ്രത്യക്ഷമാക്കി വെച്ചു പോകരുത്. അവിടേക്ക് പിശാച്ച് കയറിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ ശല്യം നമുക്കുണ്ടാവും. നമ്മുടെ ഇബാദത്തിനെ അത് ബാധിക്കും, നമ്മുടെ ചിന്തയെ പിശാച്ച് ബാധിക്കും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഹദീസിലൊക്കെ വന്ന വിഷയങ്ങളാണല്ലോ. അപ്പൊ ഖരീൻ നമ്മുടെ ഖരീനോട് കൂടെയാണ്, നാളെ പിശാച്ചിന്റെ കൂടെയാണ് പരലോകത്തേക്ക് വരിക. ഖരീന് കൂടെ വരും. ഖബറിന്ന് എഴുന്നേൽക്കുമ്പോൾ സായിഖും വശഹീദ്, മഹ്ശറയിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മലക്ക് വരും, നമ്മെ തെളിച്ചു കൊണ്ടുപോകാൻ. സായിഖ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ എന്നാണ്, നമ്മെ പിടിച്ചു കൊണ്ടുപോകാൻ. അങ്ങനെ പോകുമ്പോ അല്ലാഹു തആല ശിക്ഷിക്കുന്ന ആളുകളെ കണ്ടാൽ മുഅ്മിനീനോട് സായിഖ് പറയും, പേടിക്കണ്ട കേട്ടോ, നീ അള്ളാഹുവിനെ വഴിപ്പെട്ട ആളല്ലേ, നിനക്ക് പേടിക്കണ്ട, നമുക്ക് പോകാന്ന് പറയും. മോശപ്പെട്ട ആളെയാണ് ഈ സായിഖായ മലക്ക് കൊണ്ടുപോകുന്നെങ്കിൽ പറയും, പിന്നെ ഇവൻ ചെയ്ത പോലെ തെറ്റ് നീയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ ശിക്ഷയും ഇതുപോലെ വരാനിരിക്കാൻ എന്ന് പറഞ്ഞു കൊടുത്തു കൊണ്ടുപോകുമെന്നാണ്. വശഹീദ്, കർമ്മങ്ങൾക്ക് സാക്ഷിയുമുണ്ട്. അവിടെ കർമ്മങ്ങൾക്ക് സാക്ഷിയുമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്ത് നിഷേധിച്ചാലും അള്ളാഹുവേ ഞാനതിന് സാക്ഷിയാണ് പടച്ചവനെ, അവനത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ നന്മതിന്മകൾ എഴുതി വെച്ചിരുന്ന മലക്കുകളിൽ ഒരാൾ സാക്ഷി പറയാനും നാളെ മഹ്ശറയിലേക്ക് നമ്മുടെ
ശരീരത്തിൻ്റെ കൂടെ പുനർജന്മത്തിൽ എഴുന്നേറ്റ് വരും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ദിവസമൊക്കെ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. അവിടെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഖബറിൻ്റെ അടുത്ത് ആ മനുഷ്യൻ്റെ ഖരീനും ആ മനുഷ്യൻ്റെ സായിഖും ഷഹീദുമായ മലക്ക്, നമ്മുടെ റഖീബ് അറ്റീദ് മലക്കുകളുള്ള പോലെ ആ മലക്കുകൾ നമ്മുടെ ഖബറിടത്തിൽ, നമ്മൾ നല്ല ആളുകളാണെങ്കിൽ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളുമായൊക്കെ ചില സംഭാഷണങ്ങൾ നടക്കും. വലിയ മഖാമിലെത്തി അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരുടെ മഖാം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അവരുടെ സ്ഥാനം അറിഞ്ഞിട്ടുള്ള ആളുകൾ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് സന്ദേശങ്ങൾ കിട്ടും, ചില വിഷയങ്ങൾ വിവരം അറിയാൻ പറ്റും. അത് ഈ ഖരീൻ വഴി സായിഖും ഷഹീദുമായ മലക്കുകൾ വഴി കിട്ടുന്ന ഇൻസ്പിറേഷനാണ്. അങ്ങനെ അറിയാൻ പറ്റുന്ന ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അറിഞ്ഞതുണ്ട്. വളരെ ലൈവായിട്ട് അറിഞ്ഞ ഇപ്പം അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ഒരു വിവരം കിട്ടിയത് വളരെ കൃത്യമായ വിവരം അവിടെ നിന്ന് ലഭിച്ചു. ചെന്ന് ചോദിച്ചു നോക്കുമ്പോൾ വിഷയം ക്ലിയറാണ്. ഇതേപോലെ അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് കാസർഗോഡ് മാലിക് ദീനാറിലെ തളങ്കരയിൽ കിടക്കുന്ന മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബിയാൻ. അവിടെ പരിസരങ്ങളിലുള്ള പല വിഷയങ്ങളും അവിടെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഉൾക്കാഴ്ചയുള്ള ആളുകൾ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ആ വിഷയം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരാൾ എന്നോട് നേരിട്ടൊരു വിഷയം പറഞ്ഞു. ആ വിഷയത്തിൽ എനിക്ക് ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നു. വളരെ ക്ലിയറായി എങ്ങനെ അത് കിട്ടിയെന്ന് അല്ലാഹു ആലം. പക്ഷേ ഖരീനും സ്വാഹിബും അള്ളാഹുവിൻ്റെ മലക്കുകളും മരണപ്പെട്ടു പോയ ആളിൻ്റെ പരിസരത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ണ്ടെന്ന ഹദീസിനെ സ്ഥിരപ്പെടുത്തുകയാണ്. അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ലോകം നമ്മൾ കാണുന്നതിലും അപ്പുറത്താണ്. സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഉപരിപ്ലവം കാണുന്ന ലോകമല്ല. അള്ളാഹുവിൻ്റെ ആലമുൽ അർവാഹിൻ്റെ ലോകം ഭയങ്കരമാണ്. അപ്പോൾ അതിൻ്റെ ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അത് സാധിക്കും. അപ്പോൾ ഖരീനുമാർ ഓരോരുത്തർക്കുമുണ്ട്. അള്ളാഹു നമ്മുടെ ഖരീനിൻ്റെ ദുർബോധനത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഖരീൻ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കും. കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന ദിക്റോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമമോ ഉച്ചരിക്കാതെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അവൻ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കിട്ടുന്ന ഉറക്കിനേക്കാളും അവനെടുക്കും ഉറക്ക്. അങ്ങനെ നമ്മുടെ ഉറക്കിന് ഭാരം കൂടും. സുബഹിക്ക് എഴുന്നേക്കാൻ പറ്റൂല. ഇതൊക്കെ പിശാചിന്റെ ശല്യം കൊണ്ടുവരുന്നതാണ്. ഇതിനൊക്കെ കാവൽ ചോദിക്കാൻ ആയത്തുൽ കുർസി ഓതി കിടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ദിക്ർ ചൊല്ലി കിടക്കണം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഖരീൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടാകും, നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകും. അവന്റെ ദുർബോധനത്തിൽ നിന്ന് കാവൽ ചോദിക്കാൻ ആയത്തുൽ കുർസി പോലെയുള്ളൊരു കവചം വേറെ ഇല്ലെന്നാണ്. ആയത്തുൽ കുർസി, അതിനപ്പുറം അത്രക്ക് സ്ട്രോങ് ഉള്ള മറ്റൊരായുധം പിശാചിനെ തടയാനില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരുപാട് ഹദീസുകൾ നേരത്തെ പറഞ്ഞ ജിന്ന്, മുസ്ലിമായ ജിന്ന് മുസ്തഫ കഞ്ചൂർ, അദ്ദേഹം ആ വിഷയം പറഞ്ഞ ആയത്തുൽ കുർസി കേട്ടാൽ അവൻ ഓടിപ്പോവും, ഒരാൾ പിടിച്ചു നിൽക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ് ആയത്തുൽ കുർസി. അള്ളാഹു നമുക്ക് കാവൽ തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളായ ആളുകൾ പരലോകത്തേക്ക് വരുന്നത് വനഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹുവിന്റെ അരികത്തേക്ക് അവർ കൂട്ടമായി ഒഴുകി വരും. യൻസിലൂൻ, സംഘമായി കടന്നു വരുമെന്നാണ്. ആ വരുന്നത് മുത്തഖീങ്ങളായ ആളുകൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകളാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകളാണ്. അവര് വഫ്ദൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു രാജാവിന്റെ പ്രതിനിധികളായി വരുന്നവർ, ഒരു രാഷ്ട്രത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയി വരുന്നവർ. നമ്മൾ അവരെ പറയുന്നത് എന്താ? ഡെലിഗേറ്റ്സ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മുത്തഖീങ്ങൾ വരുന്നത് അങ്ങനെയാണ്. അള്ളാഹു നമ്മെ കൂട്ടത്തിൽ ചേർക്കുമാറാകട്ടെ. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. അവരുടെ മുമ്പിലും അവരുടെ വലതുഭാഗത്തും പ്രകാശമുണ്ടാകും. മുഅ്മിനീങ്ങൾ പോകുമ്പോൾ പ്രകാശം ഇങ്ങനെ പോകുന്നത് കാണാം. മുഅ്മിനിന്റെ സൈഡ് മുഴുവൻ പ്രകാശമാണ് പരലോകത്ത്. യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ. അവർ പറയും, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണമേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രകാശമുണ്ടാകും മുഅ്മിനീങ്ങൾക്ക്. അല്ലാഹു നമുക്ക് പ്രകാശം നൽകട്ടെ. തുദ്ന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ. ഒരു മൈൽ അകലം വരെ സൂര്യൻ മനുഷ്യന്റെ തലയിലേക്ക് അടുത്തു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. വേറെ ഹദീസുകളിൽ ഒരു ചാണരികത്തേക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന ആ ചൂടിൽ, എന്നാൽ മനുഷ്യൻ കരിഞ്ഞു പോകുന്ന ചൂടല്ല, വിയർത്ത് തിളക്കുന്ന ചൂട് അല്ലാഹു തആല നൽകാൻ
ചില ആളുകൾക്ക് അല്ലാഹു തആല സൂര്യനെ അങ്ങനെ അടുത്ത് കൊണ്ടുവരും, വിയർക്കാൻ തുടങ്ങുന്നതാണ്. വിയർപ്പ് ഒരു മനുഷ്യന്റെ കർമ്മത്തിനനുസരിച്ചാണ്. ഈ കാലിന്റെ മടമ്പ് വരെ വിയർപ്പുള്ളവരുണ്ട്. അതിൽ മടമ്പ് വരെ വിയർപ്പിലാണ്. ഓരോരുത്തർക്കും ഒരു ക്യൂബിൽ ഒരു പാത്രത്തിൽ മുക്കിയെടുക്കണ പോലെയായിരിക്കും ഒന്ന് സംഭവിക്കുക. എല്ലായിടത്തും ഫ്ലോട്ടിംഗ് ആയി കിടക്കേണ്ട ഒരാൾ മുങ്ങുന്ന വിയർപ്പ് തൊട്ടടുത്ത ആൾ മുങ്ങണില്ല. അങ്ങനത്തെ അവസ്ഥയാണ് പരലോകത്ത്. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് കാലിന്റെ മടമ്പ് വരെ, ചിലരുടെ വിയർപ്പ് കാലിന്റെ മുട്ട് വരെ, കാൽ അനക്കാൻ പറ്റില്ല. ചിലർക്ക് ഊര വരെ. മൂക്ക് കയറ് കെട്ടിയതുപോലെ മൂക്ക് വരെ വിയർപ്പിൽ മുങ്ങുന്ന ആളുകൾ എന്ന് പരലോകത്തിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ സമയം ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ പടച്ചവനെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ അർളു കുല്ലുഹാ നാറുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഭൂമി മുഴുവനും തീയായിരിക്കും. വൽ ജന്നത്തു മിൻ വറാഇഹാ, അതിന്റെ പുറത്ത് സ്വർഗ്ഗമുണ്ട്. ഖവാഇബുഹാ വതറാബുഹാ, അവിടുത്തെ ആനന്ദങ്ങളും അവിടുത്തെ തരുണീമണികളൊക്കെ ഉണ്ട്. വല്ലദീ നഫ്സു അബ്ദുല്ലാഹി ബിയദിഹി, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയും, അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്നർ റജുല ലയഫീദു അറഖൻ, ഒരു മനുഷ്യർ വിയർപ്പിൽ മുങ്ങി കുളിക്കും. ഹത്താ യസ്ബഹ ഫിൽ അർളി ഖാമതഹു, ഒരാളുടെ ഹൈറ്റിനനുസരിച്ച് ഭൂമിയിൽ മുങ്ങി നീന്താൻ മാത്രമുള്ള വിയർപ്പ് ചില ആളുകൾക്കുണ്ട്. ചിലർക്കത് മൂക്ക് വരെ വരും. വിചാരണ തുടങ്ങിയിട്ടുമില്ല. ഇതൊക്കെ വിചാരണക്ക് മുമ്പാണ്. വിചാരണ തുടങ്ങുന്നതിന്റെ മുമ്പ് വിയർപ്പിൽ മുങ്ങുന്ന സമയം. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അനുയായികൾ ചോദിച്ചു. ഖാല മിമ്മാ യറന്നാസു യൽഖൗൻ, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എന്തായിരിക്കും ഇത്? ഒരു പോലീസ് പിടിച്ചോണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സാര. നമ്മൾ ഇവിടെ നിന്ന് പിടിച്ചോണ്ടുപോകുമ്പോൾ ഭയങ്കര പേടി വരാറുണ്ട്. നാട്ടിൽ പിടിച്ച എന്തായാലും പിറ്റേന്ന് ഇറങ്ങിപ്പോരുന്ന ഉറപ്പാണ്. ഇവിടെ നമുക്ക് ഏത് ജയിലിക്ക കൊണ്ടുപോയതെന്ന് അറിയില്ല, എവിടെയാണുള്ളതെന്ന് അറിയില്ല. ഭയങ്കര പേടിയല്ലേ? എന്തായിരിക്കും മഹ്ശറിന്റെ അവസ്ഥ? എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നമ്മൾ ആരെയും തിരിഞ്ഞു നോക്കൂല, കണ്ട ഭാവം പോലും നടിക്കൂല എന്നാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ആ ദിവസം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ. 10 വർഷം കൊണ്ട് ഒരാൾ അനുഭവിക്കുന്ന ചൂട് ഒരു ദിവസം കൊണ്ട് അല്ലാഹു കൊടുക്കുന്ന അങ്ങനത്തെ അവസ്ഥയിലാണ് പരലോകത്ത് സൂര്യൻ അല്ലാഹു അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, നിൽക്കുമെന്നാണ്. ആ നൃത്തം എത്രയാണെന്നറിയോ? യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, സൂറത്തുൽ മുത്തഫിഫീൻ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ നിൽക്കും. ആ നൃത്തം 50,000 സന, 50,000 വർഷമാണ്. വിചാരണ തുടങ്ങുന്നതിന് മുമ്പുള്ള നൃത്തം 50,000 വർഷമാണ്. അപ്പോഴാ പറയാം, പടച്ചോനെ മടുത്തു, ഇനി നരകാണെങ്കിൽ നരകം, സ്വർഗാണെങ്കിൽ സ്വർഗം, ഈ നൃത്തം മതി റബ്ബേ, ഇനി വയ്യ എന്ന് മനുഷ്യൻ പറയുമെന്നാണ്. പക്ഷെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ നിൽക്കുന്ന പോലെ ആ സമയം അനുഭവപ്പെടുള്ളൂ. യഥാർത്ഥത്തിൽ അത് 50,000 വർഷമാണ്. 50,000 സന മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന 50,000 വർഷമാണ് പരലോകത്തെ ഒരു ദിവസം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ വിചാരണയ്ക്ക് വേണ്ടിയുള്ള നൃത്തം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. കൈഫ ബിക്കും, നിങ്ങൾക്ക് എന്ത് തോന്നും? ഇദാ ജമഅകുമുല്ലാഹു അസ്സ വജല്ല കമാ യജ്മഉ അൻ-നബ്ല ഫിൽ കിനാന 50,000 സനത്തിൻ ലാ യൻദുറു ഇലൈക്കും. 100 കണക്കിന് അമ്പുകൾ ഒരു അമ്പിന്റെ ആവനാഴിയിൽ സൂക്ഷിക്കുന്ന പോലെ നിങ്ങളെ മുഴുവനും അല്ലാഹു ഒരുമിച്ച് നിർത്തിയാൽ, ഒരു ഹദീസിലുണ്ട്, ആളുകളുടെ കാലിന്മേൽ 1000 കാലുകൾ കാണും തിക്കും തിരക്കും കൊണ്ട്. അങ്ങനെ 50,000 സന, 50,000 വർഷം അല്ലാഹു നിങ്ങൾ ഒരുമിച്ച് കൂട്ടി അവിടെ നിർത്തി. ലാ യൻദുറു ഇലൈക്കും, അല്ലാഹു നിങ്ങളിലേക്ക് നോക്കുന്നില്ല, വിചാരണ പോലും തുടങ്ങാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ കൈഫ ബിക്കും, എന്തായിരിക്കും ആ ദിവസത്തിന്റെ ഭയാനകത എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഹ്ശറുൻ നാസു ഹുഫാതൻ ഉറാതൻ ഗുർല. അന്ന് കാലിൽ ചെരുപ്പുണ്ടാവില്ല. ഹുഫാതൻ ഉറാതൻ, വസ്ത്രമുണ്ടാകില്ല. പക്ഷേ മുഅ്മിനീങ്ങളായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഔറത്ത് അല്ലാഹു മറച്ചു വെക്കുന്നതാണ്. ആർക്കും കാണാൻ പറ്റൂല. നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. ആളുകളെന്ന് നോക്കാൻ ധൈര്യപ്പെടുകയും ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളത് മറച്ചു കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. يحشر الناس يوم القيامة أجوع ما كانوا قط. അന്നത്തെ ഒരു വിശപ്പ് അതുപോലത്തെ ഒരു വിശപ്പ് ആരും അനുഭവിക്കൂല. وأظمأ ما كانوا قط, അത്രക്ക് ദാഹമുള്ള ഒരു സമയം. وأعرى ما كانوا قط, വസ്ത്രം ഒരു ഉടയാടകളില്ലാത്ത ദിവസം. وأنصب ما كانوا قط, ക്ഷീണിച്ചവശരായി നിൽക്കുന്ന അത്രക്ക് ക്ഷീണം മനുഷ്യൻ അനുഭവിച്ചിട്ടേ ഇല്ല. فمن أطعم لله أطعمه الله. ആരാണോ അല്ലാഹുവിന് വേണ്ടി ഭക്ഷണം കൊടുത്തത് അവർക്ക് അല്ലാഹു എന്ന ഭക്ഷണം കൊടുക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബ്. പടച്ചവനെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. വമൻ സഖാ ലില്ലാഹി സഖാ, അല്ലാഹുവിന് വേണ്ടി കുടിക്കാൻ വല്ലതും കൊടുത്തവർക്ക് നാളെ അല്ലാഹു കുടിപ്പിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവേ നമുക്കതിന് ഭാഗ്യം തരണേ പടച്ചവനെ. അതുകൊണ്ട് നമ്മൾ ഈ റബീഉൽ അവ്വലിനൊക്കെ ഭക്ഷണം അന്നദാനം ചെയ്യുന്നത്, അതിലൊന്നും എന്ത് ചെയ്യേണ്ട, വലിയ വിഷമൊന്നും വിചാരിക്കരുത്. വിഷമം ഒരു നല്ല കാര്യമല്ലേ അത്. ഭക്ഷണം കൊടുക്കുക നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വൽ കൂടെ റാഹത്തായി കഴിഞ്ഞു എന്നല്ലേ. അൽഹംദുലില്ലാഹ് നാട്ടിലൊക്കെ വളരെ ജോറായിരുന്നു. ഇടയ്ക്ക് എന്തൊക്കെ നോട്ടീസൊക്കെ ഞാനും കണ്ടിരുന്നു. ഇത് ദുഃഖാചരിക്കേണ്ട സമയമല്ലേ, സങ്കടപ്പെട്ട് കരയേണ്ട നേരത്താണ് ഞങ്ങൾ മധുരം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് അതിനെപ്പറ്റി തന്നെ വേദം പറയേണ്ടി വന്നു 2 മണിക്കൂർ, ആ വിഷയം തന്നെ മാത്രമായിട്ട്. സുബ്ഹാനല്ലാഹ്. വിവരക്കേട് മനുഷ്യന്മാർ പറയാൻ തുടങ്ങി എന്ത് ചെയ്യും? മരണപ്പെട്ട സങ്കടപ്പെടേണ്ട 3 ദിവസം സങ്കടം പാടുള്ളൂ. മഅ്സം ഇസ്ലാമിൽ 3 ദിവസമുള്ളൂ. അത് നബിൻ്റെ കാലത്ത് കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആണ്ടാചരിക്കുക, ഒരാൾ മരിച്ച ആണ്ടാണ്, ഉമ്മയുടെ വാപ്പയുടെ ആണ്ടാന്നൊക്കെ പറഞ്ഞാൽ അന്ന് ദുഃഖാചരിക്കാനാണോ അത്? അല്ലല്ലോ. അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അവർക്ക് വേണ്ടി ദാനം ചെയ്യുക എന്ന് ഖിറാഅത്തുൽ ഖുർആനും പ്രാർത്ഥനകളൊക്കെ നടത്താനാ, ദുഃഖാചരണമല്ല. ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ലല്ലോ. ഒരു പെണ്ണിന് ഭർത്താവ് മരിച്ച 4 മാസം 10 ദിവസം ദുഃഖാചരിക്കണം. അല്ലാതെ ആര് മരിച്ചാലും 3 ദിവസമേ ദുഃഖാചരണമുള്ളൂ. പിന്നെ കൊല്ലം 3 ദിവസം അങ്ങനെയൊന്നും ഇല്ലല്ലോ. നബിതങ്ങളുടെ ആ വഫാത്തിൽ സങ്കടപ്പെട്ട് കരയേണ്ട സ്വഹാബത്ത് കരഞ്ഞിട്ടുണ്ട്. ആ രംഗം ഭയങ്കരം തന്നെയാണ്. പക്ഷേ എല്ലാ വർഷം വരുമ്പോൾ സങ്കടപ്പെടാനുള്ളതല്ല. അത് നല്ലൊരു ചിന്തയാണ്. ആരോ നല്ലൊരു സാധുവിന് തോന്നിയ ചിന്തയാണത്. പക്ഷേ അതൊരു മണ്ടത്തരമാണ്, അത് വിവരമില്ലാത്തൊരു വിഷയമാണ്. അത്രേ ഉള്ളൂ. നല്ല ചിന്തയാണ്, വളരെ ആത്മാർത്ഥത കൂടെ ചില ആളുകളൊക്കെ സംസാരിക്കുന്നതും കേട്ടു. പക്ഷെ ശറഈന്റെ നിയമങ്ങൾ പഠിക്കാതെയാണ് പറയുന്നത്. അതുകൊണ്ട് അത്രേ ഉള്ളൂ, സാരല്ല. അപ്പോൾ നബിതങ്ങളുടെ ആ ഒരു റഹ്മത്തിൽ സന്തോഷിക്കാൻ പരിധിയുമില്ല. അതുകൊണ്ടാണ് റഹ്മത്തുൽ മുഹ്ദ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലായിരിക്കും. അപ്പോൾ അന്ന് ഭക്ഷണം കൊടുക്കും. അതൊക്കെ അള്ളാഹുവിന് കൂലിട്ടുന്ന. ആരാണോ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് വസ്ത്രം കൊടുക്കുന്നത് അവർക്ക് അള്ളാഹു വസ്ത്രം കൊടുക്കും. മൻ അമില ലില്ലാഹി കഫാ, അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്താൽ അള്ളാഹു അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. വമൻ നസറല്ലാഹ്, അള്ളാഹുവിനെ സഹായിച്ചാൽ, അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തെല്ലാം സംരംഭങ്ങളുണ്ടോ അതിനൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് സഹായിക്കുന്ന ആളുകളാണ്. ഒരുപാട് പ്രവാസികളായ ആളുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലെ പള്ളി മദ്രസിന്റെ ഒക്കെ ചുർക്ക് ഗൾഫുകാരായ ആളുകൾ കൊടുത്ത സംഭാവന, നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ, ഇവിടുത്തെ പ്രവർത്തകന്മാര്, നല്ല ജോലിയുള്ള ആളുകൾ, ചെറുതും വലുതുമായ 5ഉം 10ഉം ദിർഹം കൊണ്ട് 1000 ലക്ഷങ്ങളൊക്കെ കൊടുക്കുന്നവർ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് കൊടുക്കുകയാണ്. അള്ളാഹു അത് ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ആമീൻ. അന്ന് അവർക്കൊക്കെ അള്ളാഹു ആശ്വാസം തരും, അവർക്ക് പേടിക്കേണ്ടതില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രീതിയിലാണ് നമ്മൾ അന്ന് വരുന്നത്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നത്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. സമയം ഞാനൊരു 6 മിനിറ്റ് ഏറെ എടുക്കും. അതായത് 10:06-ന് 10:07-നൊക്കെ ആയിട്ടാണ് ക്ലാസ് നിർത്തിട്ടോ. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ പോകരുത്. നമ്മൾ ആ ദുആ ഉണ്ടല്ലോ, അതാണ് ഇതിലൊക്കെ ഏറ്റവും വലിയ ഭാഗം, ദുആയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോവുക അങ്ങനെയല്ല, അതാണ് പ്രധാനപ്പെട്ട ഇനം, അതാണ് അല്ലേ. അത് കഴിയാതെ പോരുത്. അതുവരെ ഇരുന്നാൽ പിന്നെ ഞാൻ കുറച്ചല്ലേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വല്ലാതെ തിരക്കിലൊരു പോയിക്കോളൂ കേട്ടോ ഇൻഷാ അല്ലാഹ്. അതല്ല പറഞ്ഞത്. അപ്പോൾ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന് മനുഷ്യർ പറയും. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് കാരുണ്യവാനായ അല്ലാഹു കരാറു ചെയ്തതാണല്ലോ. അതിൽ ചെറിയൊരു ഓപ്റ്റിമിസം ഉണ്ട്, ഒരു ശുഭാപ്തി വിശ്വാസം. എന്താണെന്നറിയോ? കാരുണ്യവാൻ അല്ലാഹു അല്ലേ, റഹ്മാനല്ലേ, അല്ലാഹുവിന്റെ റഹ്മത്ത് ഭയങ്കരല്ലേ, ഇൻഷാ അല്ലാഹ് അല്ലാഹു രക്ഷപ്പെടുത്തും. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചർച്ച നടക്കാറ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹുവിന്റെ റഹ്മാനിയത്ത് നമ്മൾ വിശദീകരിക്കാറില്ല. ഈ പരലോക മരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേടിപ്പിക്കുന്ന വേളകൾ ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ അതോടുകൂടെ റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കണം. കാരണം 99 റഹ്മത്തിന്റെ അംശം കിടക്കുന്നത് പരലോകത്തേക്ക് അള്ളാഹു വെച്ചതാണ്. ഇവിടെ ഒരു റഹ്മത്താണ് എന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസം ചെയ്ത് നാളെ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കാനും പറ്റില്ല. പക്ഷെ അള്ളാഹിന്റെ റഹ്മത്ത് അവിടെ ഉണ്ട്, എന്റെ റഹ്മത്ത്. ഒരു അറാബി വന്ന് ചോദിച്ചു, നബിയെ, ആരാണ് നാളെ ഞങ്ങളെ വിചാരണ ചെയ്യാൻ പോണത്? നബി, ആരാ നബിയെ ഞങ്ങൾ നാളെ വിചാരണ ചെയ്യുന്നത്? അള്ളാഹുവാ. മതി നബിയെ, സമാധാനായി. എന്തെന്ന് ചോദിച്ചു. അതുമല്ല, മനുഷ്യന്മാരെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാൻ ഞങ്ങൾ നരകത്തിലേക്കായിരിക്കും. അത് അള്ളാഹു അല്ലേ ഞങ്ങൾ വിചാരണ ചെയ്യണം, ഓ റഹ്മാനല്ലേ. ആ ഒരു കൺസെപ്റ്റ് ഭയങ്കരമാണ്. വിചാരണ ചെയ്യാൻ പഠിച്ചോ ഇന്നത്തെ പോലെ ഓഫീസർമാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ എന്തായിരിക്കും അവസ്ഥ? പക്ഷപാതിത്വം നടക്കും, ബ്രൈബ് കൊടുക്കേണ്ടി വരും. ഒന്നും നാളെ നടക്കൂല. കാരുണ്യവാൻ നേരിട്ട് നടത്തുന്ന വിചാരണയാണ്. മാ വഅദർ റഹ്മാനു മാ വഅദല്ലാഹ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി തോന്നും. അള്ളാഹുവിന്റെ കരാറാ. പക്ഷെ മാ വഅദർ റഹ്മാൻ, ഇത് കാരുണ്യവാൻ നിങ്ങൾക്ക് കരാറ് ചെയ്തില്ലേ, നിങ്ങൾക്ക് പേടിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വേണം. ആകെ പേടിച്ച് ഹറാനത് എന്ത് തെറ്റ് നമ്മൾ ചെയ്താലും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിന് പുറത്തുതരാൻ പറ്റാത്ത ഒരു പ്രശ്നമല്ല. എന്ത് കള്ളുകുടിയോ വ്യഭിചാരമോ കൊലപാതകമോ തന്നെ നടത്തിയിട്ട് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് മുങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ കണ്ടോ എത്ര ക്രിമിനൽസ് കയറി പോരുന്നുണ്ടെന്നാ? ഒരു വിസിറ്റ് ചെയ്യാൻ മതി, വേറൊന്നും ജോലിയിലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് കഴിച്ചിടാൻ മതി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വാ, പടച്ചവൻ്റെ മുമ്പിലേക്ക് ചെല്ല്, പള്ളി കയറ്, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്ക്, അള്ളാഹുവിനോട് കരഞ്ഞിട്ട് പറയും, പടച്ചവനെ പുറത്തു തരണം റബ്ബേ, പറ്റിപ്പോയിട്ടുണ്ട് പടച്ചവനെ, ഇവരല്ലാത്ത കാലത്ത് പല തോന്നിവാസം ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, കുറേ ഫ്രണ്ട്സും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, കള്ളും വ്യഭിചാരം തോന്നിവാസമൊക്കെ ചെയ്തിട്ടുണ്ട്, പടച്ച റബ്ബേ നീ പുറത്തു തരണം പടച്ചവനെ. മനുഷ്യന്മാർ പുറത്തു കൊടുക്കൂല, അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനോട് ചോദിക്കുന്ന അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് ചോദിച്ചോ അള്ളാഹു പുറത്തു തരും. പ്രത്യേകിച്ച് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ചോദിക്കും ഇൻഷാ അല്ലാഹ്. ദുന്യവിയായ വിഷയം വരെ കിട്ടുന്ന ദുന്യവിയായ വിഷയം, എന്ത് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടോ സുബഹിക്ക് എഴുന്നേൽക്കുക, 2 റക്അത്ത് സുബഹിന്റെ മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. അവിടെ ഇരുന്നിട്ട് നിങ്ങളും പടച്ചവനും മാത്രം അറിയുന്ന സമയം, ആ നേരത്ത് നിങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ വിഷയം പറയും. ഇൻഷാ അല്ലാഹ് അതിന് ഉത്തരം ഉണ്ടാവും. നിങ്ങൾ അനുഭവിച്ചിട്ട് പറഞ്ഞുതരും. അള്ളാഹുക്ക് നിങ്ങൾ മനസ്സ് കൊടുക്കുക, റബ്ബിലേക്ക് അള്ളാഹുവിന് കൽബ് കൊടുക്കിൻ. അള്ളാഹു മുത്തലിഉൻ അലൈന, ഒക്കെ കണ്ടും അറിഞ്ഞും അള്ളാഹു നമുക്ക് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുലേക്ക് കൽബ് കൊടുക്കിൻ, പടച്ച തമ്പുരാൻ വഴി കാണിച്ചു തരും ഇൻഷാ അള്ളാഹ്. അപ്പോൾ തെറ്റുകൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. കഴിഞ്ഞു പോയ തെറ്റിനെ സംബന്ധിച്ച് ഒരു മനുഷ്യനും ഒരാളെ പറഞ്ഞ് വേദനിപ്പിക്കരുത്. നീ അന്ന് നിന്നോട് ഇത് ചെയ്തില്ലേ, ഭാര്യയോട് ഭർത്താവ് പറയരുത് നീ അന്ന് അങ്ങനെ ചെയ്ത വെണ്ണല്ലേ, നിന്നൊന്നും എനിക്ക് വിശ്വാസമല്ല, അതൊന്നും പറയല്ലേ. ഒരാൾ നന്നായി കഴിഞ്ഞാൽ അള്ളാഹു തആല പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കി കൊടുത്താൽ പാപം ചെയ്യാത്തവരെ പോലെയല്ലേ. ആണും പെണ്ണും അങ്ങനെയാണ്. അതുകൊണ്ട് പരസ്പരം പുറത്തു കൊടുക്കുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ പുറത്തു കൊടുക്കിൻ. അപ്പോൾ നമ്മൾ മാപ്പാക്കി കൊടുക്കുക, അള്ളാഹുവിനോട് മാപ്പിനെ ചോദിക്കുകയും ചെയ്യുക. അള്ളാഹു പുറത്തു തരട്ടെ. നമ്മളൊക്കെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വലിയ വലിയ മഹാനഗരങ്ങൾ ജീവിക്കുന്നു. നമ്മൾ അറബ് രാജ്യത്താണ് വിചാരിക്കുക, സിംഗപ്പൂരിലും മലേഷ്യയിലും യൂറോപ്പിലും അവിടെ അല്ലേ ലണ്ടനിലും പാരീസിലൊക്കെ ജീവിക്കുന്ന മലയാളികളില്ലേ, നല്ല നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് തോന്നുന്നു ലൈവായിട്ട് ഇപ്പോൾ ബൈലക്സ് ഓണാണോ, എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ ലണ്ടനിൽ ലൈവ് കേൾക്കുന്ന, ക്ലാസ് കേൾക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. എത്രയോ ആളുകൾ ന്യൂസിലാൻഡിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ലൈവ് ക്ലാസ്, അബുദാബിയിലെ ക്ലാസ് ലൈവ് കേൾക്കുന്നവർ. അവരൊക്കെ ഒരുപാട്, നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ നമ്മുടെ സുഹൃത്തുണ്ട് സലാം ഭായ്, സലാംക്ക, നമ്മുടെ വളാഞ്ചേരി എവിടെ വളാഞ്ചേരി അടുത്ത് പട്ടാമ്പി അടുത്തോ. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ സ്ഥിരം ക്ലാസ് കേൾക്കുന്ന ആളുകളാണ്. അത്ഭുതം തോന്നുക, പൈശാചികതയുടെ നടുവിൽ നിന്നിട്ടാണ് നമ്മൾ നന്മയെ സ്വീകരിക്കുന്നത്. അതിനൊക്കെ അള്ളാഹു ഭയങ്കര കൂലി കൊടുക്കും, ഭയങ്കര കൂലിയാണ്. നമുക്കിവിടെ ഈ ഒരു സെന്ററുണ്ട്, ഇവിടെ ജീവിക്കാൻ സൗകര്യമുണ്ട്, പള്ളികളും മിനാരങ്ങളും വാങ്ങും കേൾക്കണില്ലേ മിനിമം. ഇതൊന്നും ഇല്ലാത്ത നാടുകളിൽ മുഅ്മിനീങ്ങൾ ജീവിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ.
പരസ്യമായ വ്യഭിചാരങ്ങളും പരസ്യമായ തോന്നിവാസങ്ങളും നടക്കുന്ന പ്രദേശങ്ങളില്ലേ? അത്രയൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പോയി പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ ഈമാൻ? അതാണ് അവസ്ഥ. നമ്മൾ നാട്ടിലെത്തിയ ഭയങ്കര ഈമാനാ, ഇവിടത്തെ ഈമാൻ കുറയുന്നവരുണ്ട്. നേരെ മറിച്ചുണ്ട്. നാട്ടിൽ ഭയങ്കര അള്ളാഹുവിനെ ഭയപ്പെടെ, ഇവിടെ വന്നാൽ ഇല്ല, ഇവിടെ ഉണ്ട്, നാട്ടിൽ ചെന്നാൽ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എവിടെ ചെന്നാലും കിട്ടണം, അതാണ് മുഅ്മിൻ. എവിടെ ചെന്നാലും ഏത് തോന്നിവാസത്തിന്റെ ഇടയിൽ നമ്മൾ പോയി പെട്ടാലും ഞാനാണ്, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ ശരീരം ഞാൻ സൂക്ഷിച്ചേ പറ്റൂ. അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്ത് മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെയെങ്കിൽ അള്ളാഹു എളുപ്പാക്കി തരും. ഈ മഹ്ശറായുടെ അഹ്വാലുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നവർ ആരൊക്കെയാണ്? നമുക്ക് അങ്ങനെയാണ് ചർച്ച ചെയ്യാനുള്ളത്. ആർക്കാണ് രക്ഷ കിട്ടുന്നത്? എന്തൊക്കെ ചെയ്താൽ നമുക്ക് അവിടെ നാളെ വിജയം കിട്ടും? അതിലേക്ക് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ, ചില ഹദീസുകൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഈ ചൂടിൽ മഹ്ശറയെ സംബന്ധിച്ചാണ് പറഞ്ഞു. ഇനി അടുത്ത് വരുന്ന ആയത്ത് സ്വർഗത്തെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ അടുത്ത ക്ലാസ്സിലോ അത് തൊട്ടടുത്ത ക്ലാസ്സിലോ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. മഹ്ശറയുടെ ആ ഒരു അനുഭവം വല്ലാത്തതാണ്. ഭൂമി ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ചില വീഡിയോസിലൊക്കെ ചില ചെടികൾ മുളച്ചു വരുന്നതിൻ്റെ ആ ഒരു വീഡിയോ കാണുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ മുളക്കണ പോലെ നാളെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്, ആദ്യമായി എഴുന്നേൽക്കുന്നത് പരിശുദ്ധ മദീനയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആ രംഗം? ഒന്നുമില്ല, സ്വഈദൻ ത്വയ്യിബ, വളരെ ശാന്തമായി നിൽക്കുന്ന ഒരു മരുഭൂമി പോലെ. അത് വെള്ളിയുടെ നിറമായിരിക്കുമെന്നും കുഴികളോ താഴ്ചകളോ കയറ്റങ്ങളോ ഇല്ലാത്ത പ്രതലമായിട്ട് അള്ളാഹു ഈ ഭൂമിയെ അന്ന് മാറ്റിക്കഴിഞ്ഞിരിക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർ മുഴുവനും എഴുന്നേൽക്കുകയാണ്. എല്ലാ അമ്പിയാക്കന്മാരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, പിന്നെ ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ, പിന്നെ സ്വഹാബത്ത് അശ്റത്തും ബദരീങ്ങളും മുഹദ്ദിയീങ്ങളും എഴുന്നേറ്റു. ബാക്കി സ്വഹാബികൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുവാജുകൾ എഴുന്നേറ്റു. ഒരുപാട് അഖതാബികൾ, അള്ളാഹുവിന്റെ വലിയ വലിയ ആളുകൾ. പിന്നെ ഓരോരുത്തരും എവിടൊക്കെ വെച്ച് ആരൊക്കെ മരിച്ചുവോ, അന്ന് കടലിൽ ക്രാഷായി പോയ ഫ്ലൈറ്റിൽ മരിച്ചുപോയ ആളുകൾ എവിടെയാണോ ആ കടലുണ്ടായത് അവിടെ നിന്ന് അവരും എഴുന്നേൽക്കുകയാണ്. എയർ ക്രാഷുകൾ, അതിന്റെ താഴെയുള്ള ഭൂമി എവിടെയോ അവിടെ നിന്നാണ് അവർ എഴുന്നേൽക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റ് വരുന്ന ആ ഒരു രംഗം നമ്മൾ ആലോചിച്ച് നോക്കി. എന്തായിരിക്കും ആ രംഗം? കണ്ണു ചിമ്മിയാൽ ആരംഭിക്കുന്ന ലോകത്തെക്കുറിച്ച് നമ്മൾ പറയണം. മരിച്ചു കഴിഞ്ഞാൽ ആരംഭിക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ ഇത് പറഞ്ഞുതരാൻ പറ്റില്ല. ഇവിടുന്ന് അറിഞ്ഞ് മുസ്ലിം ഇങ്ങനെ നമുക്കറിയാമല്ലോ മരിച്ചാൽ എന്താ സംഭവിക്കുന്നത്. ഇത് ക്രിസ്ത്യാനിക്ക് അറിയില്ല, ഇത് ഹിന്ദുവിന് അറിയില്ല, നിരീശ്വരവാദിക്ക് അറിയില്ല, ഒന്നും അറിയണില്ല. ജീവിക്കണോ മരിക്കണോ എന്നവൻ അറിയുന്നില്ല. നമുക്ക് ഭയങ്കര ക്ലിയറാണ്. നമ്മുടെ മുമ്പിലുള്ള റോഡ് ഏതാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് മരിക്കാൻ പേടില്ലാത്തത്. നമുക്ക് മരണം അങ്ങനെ പേടില്ലല്ലോ. നമ്മൾ പേടിക്കുന്ന എന്താ? മരിച്ചുപോയാൽ റബ്ബേ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ പടച്ചോനെ, ഞാൻ നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ കുടുങ്ങിപ്പോവോ, ഇതാണ് പേടിക്കേണ്ടത്. എന്നാലും മരിച്ചു പോലെ മരിക്കണ്ടേ? മരണം അത് യാഥാർത്ഥ്യത സ്വീകരിച്ചേ പറ്റൂ. അപ്പം നമുക്ക് വീടും പറമ്പൊക്കെ പോയിക്കോട്ടെ. അതിന് പകരം അല്ലാഹു തരട്ടെ അബ്ദുൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി, ഈ വീടിനേക്കാൾ നല്ല വീട് ഖബറാക്കി തരൂലേ പഠിച്ചവൻ. അപ്പൊ കുട്ടികളും മക്കളോ വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അവന്റെ ഭാര്യയെക്കാളും നല്ല ഒരു ഇണയെ അല്ലാഹു അവിടെ കൊടുക്കുകയാണ്. എല്ലാം ഖൈറാൻ. അപ്പൊ അയൽക്കാർ സുഹൃത്തുക്കളോ വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി, അതും പഠിച്ചവിടെ കൊടുക്കുകയാണ്. ഇനി വദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗത്ത് കടത്തി കൊടുക്കുക പഠിച്ചവനെ. അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഇതൊക്കെ അല്ലാഹു അക്ബർ എന്ന മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയോ? അത്രയും ആളുകളുടെ പ്രാർത്ഥന. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യിത്ത് നിസ്കരിക്കാൻ ആളുകൾ കൂടിയാൽ ആളുകളുടെ ആ പ്രാർത്ഥന ഖൽബിന്ന് വരുന്ന പ്രാർത്ഥനയെങ്കിൽ ഇൻഷാ അല്ലാഹ് രക്ഷപ്പെട്ടു പോകാൻ അത് മതിയായേക്കും. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സബഅത്തുൻ, 7 വിഭാഗം. യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അല്ലാഹു നൽകുന്ന തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്തൊരു സമയം. ഒരു കാര്യം കൂടെ, അന്ന് മലക്കുകൾ തുഹ്ശറുൽ വുഹൂഷു, എല്ലാ മൃഗങ്ങളും അന്ന് ഹാജരാക്കപ്പെടുമെന്നാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അവരുടെ ഈ ഭൂമി ഉണ്ടായിടം മുതൽ മനുഷ്യന്റെ മുമ്പും ജീവജാലങ്ങൾ ഇവിടെയുണ്ട്. ഏതെല്ലാം ജീവജാലങ്ങൾ മരിച്ചു പോയിട്ടുണ്ടോ അവരോടും അല്ലാഹു എഴുന്നേൽക്കാൻ പറയും. അങ്ങനെയാണല്ലോ, കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്തിട്ട് പ്രതികാരം ചെയ്യാൻ അല്ലാഹു പറയും. കൂനു തുറാബ, നീ മണ്ണായി പോയിക്കോളൂ എന്ന് അല്ലാഹു പറയുന്ന ഉലമാ പറയുന്ന വലിയൊരു അത്ഭുതമുള്ള ചർച്ചയുണ്ട്. കാരണം ഒരു സിംഹത്തെ കണ്ടാൽ നമ്മൾ പേടിച്ചോടും അല്ലേ? ഓടൂലേ? ഒരു ചീറ്റയോ ഒരു നരിയോ ഒരു പുലിയോ നമ്മുടെ പിന്നാലെ കൂടിയാൽ എന്ത് പിന്നെ നരിയൊക്കെ പിന്നാലെ കൂടിയാൽ എന്താ ചെയ്യാം? മരത്തുമ്മ കയറ ഓലും കയറും, നീന്തിയാ ഓലും നീന്തും പിന്നാലെ. എന്താ ചെയ്യാൻ പറ്റുക?
അല്ലേ? ആ ഡൽഹിയിൽ ആ കുട്ടിയുടെ രംഗം കണ്ടില്ല നിങ്ങൾ? എന്താ ഇപ്പം ഇതൊക്കെ? മരണത്തെ മുമ്പിൽ കണ്ടിട്ട് മേലൊന്ന് വീണ കുട്ടി, അവൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ടാവും, കാലൊടിഞ്ഞ വേദന നിൽക്കുകയായിരിക്കും, ഓടാൻ ആ കുട്ടിക്ക് വയ്യല്ലോ, അല്ലേ? വല്ലാത്തൊരു അവസ്ഥയാണതൊക്കെ. അന്ന് വീഡിയോ എടുത്ത് വിടാനും പാടില്ല. ഒന്ന് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു അള്ളാഹു ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് കൽബിന്, അതൊക്കെ പൊട്ടിപ്പോയി പോകും കണ്ട് മനുഷ്യർ. എന്താണ് അവസ്ഥ? ഒരു മൃഗത്തിൻ്റെ മുമ്പിലാണ് നിൽക്കണത്, കടിച്ചു കൊണ്ടുപോവുകയാണ്, നാർത്ത് നിലവിളിച്ചിട്ട് കാര്യമില്ല. ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കുക, വല്ലതും ചെയ്ത് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനും കൂടി നോക്കിയില്ല എന്നാ, അല്ലേ? എന്താണ് അവസ്ഥ? സുബ്ഹാൻ. വെള്ളത്തിൽ മുങ്ങുമ്പോൾ വീഡിയോ എടുക്കുക, എവിടെ ചെന്നാലും ഫോട്ടോ വീഡിയോ. യാ അല്ലാഹ്, എവിടെ ചെന്നാലും ഒരാൾ മുങ്ങി മരിക്കുകയാണെങ്കിൽ അവൻ ശരിക്കും ഷൂട്ട് ചെയ്യും. ക്യാമറക്ക് എറിഞ്ഞിട്ട് ചാടിയ ആളെ രക്ഷപ്പെടുത്തേണ്ട നേരത്ത് നമ്മൾ അതിനാ നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു മുസീബത്തിന്റെ കാലം. മരണത്തെ മുമ്പിൽ കാണുന്ന രംഗം നോക്കൂ. അങ്ങനെ ഒരു മൃഗത്തെ കണ്ടാൽ നമ്മൾ പേടിച്ചോടും. ഇങ്ങനെ കോടിക്കണക്കിന് മൃഗങ്ങൾ, മനുഷ്യരുടെ പിന്നിൽ ആയിരക്കണക്കിന് സിംഹങ്ങൾ ഹാജരാക്കപ്പെടുന്നു, ആയിരക്കണക്കിന് ടൈഗർ, ആയിരക്കണക്കിന് ചീറ്റകൾ, ആയിരക്കണക്കിന് ആനകളും മറ്റു ജീവികളും എല്ലാം മനുഷ്യന്റെ പിറകിൽ നിൽക്കുന്നുണ്ട്. ഉലമാ ചർച്ച ചെയ്തിട്ട് പറയാ, റബ്ബേ എന്തായിരിക്കും ആ രംഗം? ഒന്നിനെ കണ്ടാൽ പേടിച്ചോടും നമ്മൾ. സർവ്വ മൃഗങ്ങളും നമ്മുടെ മുമ്പിൽ. അപ്പൊ സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്നുണ്ട്, അവിടെ ചീറ്റപ്പുലിയുടെ ശബ്ദം വരുന്നുണ്ട്, എല്ലാം ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ അവിടെ നിൽക്കുക. എന്നിട്ടാണ് വിചാരണ ആരംഭം അള്ളാഹു ചെയ്യുന്നത്. യാ അല്ലാഹ്, അങ്ങനെ വല്ലാത്തൊരു രംഗമായിരിക്കും മഹ്ശറ. അള്ളാഹുവെ, ഞങ്ങൾക്കത് എളുപ്പമാക്കി തരണേ പടച്ചവനെ. അവിടെ അള്ളാഹു തആല സൂര്യൻ അടുത്തേക്ക് കൊണ്ടുവരും. അടുത്തേക്ക് കൊണ്ടുവന്ന് ആ ചൂടിൽ ആളുകൾക്ക് മൂക്ക് വരെ, കണ്ണുവരെ, കാലുവരെ, നെഞ്ചുവരെ വിയർപ്പിൽ ഓരോരുത്തരും മുങ്ങിക്കുളിക്കുന്ന നേരത്ത് അള്ളാഹു തണൽ കൊടുക്കുന്ന 7 വിഭാഗമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും, കേട്ട് മറന്നിട്ടുള്ള ഹദീസായിരിക്കണം, കേൾക്കാത്ത ഹദീസായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും നമ്മൾ പെടാൻ നോക്കണം. ഏതെങ്കിലും ഒന്നിലെങ്കിലും മിനിമം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന്, അൽ ഇമാമുൽ ആദിലു, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരി. ഒരു ഭരണാധികാരിയെ ഒരാൾക്ക് ഇഷ്ടമായാൽ, ജനങ്ങൾക്ക് ഇഷ്ടമായാൽ അവരെ അള്ളാഹുവിന് ഇഷ്ടമായി എന്നതിന് അടയാളമാണ്. മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുള്ളയെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ ഫൗണ്ടിങ് ഫാദർ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ആൽ നഹിയാൻ റഹ്മഹുല്ലാ വലിയൊരു സൗഭാഗ്യം കിട്ടിയ ആളാണ്. എന്തായാലും ഈ നാട്ടിലെ കൊച്ചു മക്കൾ മുതൽ എല്ലാവരും സായിദുൽ ഖൈർ, നന്മയുടെ സായിദ് എന്നല്ലാതെ ഓർക്കുന്നില്ലല്ലോ. എല്ലാവരുടെ നാവിലും നന്മയെ പറയാനുള്ളൂ. ഇവിടുത്തെ ഭരണാധികാരി ഷെയ്ഖ് ഖലീഫയെ സംബന്ധിച്ചാണെങ്കിലും അത് അള്ളാഹു അതിന് ആരോഗ്യം ആഫിയത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആളുകൾക്ക് എന്തൊരു സ്നേഹം, ജനങ്ങൾക്കും എക്സ്പാട്രിയേറ്റ്സിനും മനസ്സിലൊരു ഹുബ്ബ് അല്ലാഹു ഇട്ടുകൊടുത്താൽ അത് അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. അൽ ഇമാമുൽ ആദിലു, നീതിയോടുകൂടെ ഭരണം നടത്തുന്ന ആളുകൾ. അവരുടെ കയ്യിൽ അധികാരമുണ്ട്, പക്ഷേ എന്തും ചെയ്യാം. പക്ഷെ നീതിയോടുകൂടെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഭരണാധികാരി, അവര് നാളെ അർശിന്റെ തണൽ അള്ളാഹു അവർക്ക് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല തണൽ ലഭിക്കുന്നവരിൽ മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ അള്ളാഹു മുഴുവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്മരണയിൽ അള്ളാഹുവിനെ ഓർത്ത് ഇബാദത്ത് ചെയ്ത് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ. അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം യൗവനകാലത്താണ് ഈ ഡീവിയേഷൻ സംഭവിക്കുക, വഴിതെറ്റിപ്പോലെ ഉണ്ടാവുക. ആ നേരത്തെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ചെറുപ്പക്കാർ, ഞാൻ പറഞ്ഞ 15 വയസ്സ് മുതൽ ഒരു 35 വയസ്സ് വരെ ഒരു തുള്ളി കള്ള് അകത്തേക്ക് പോകാതെ, ഒരു വ്യഭിചാരവും ചെയ്യാതെ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ജീവിതം അതിലേറെ ഭംഗിയായിരിക്കും. അതിൻ്റെ ഇടക്ക് ഫോൾട്ട് സംഭവിക്കും. നമുക്കറിയില്ലല്ലോ. നമ്മുടെ കൂട്ടുകാരും ടെംപ്റ്റേഷനും നേരത്തെ പറഞ്ഞ ഖരീനായ പിശാചൊക്കെ കൂടെ ഉണ്ടാകും. ചെയ്തോളൂ എന്ന് തിന്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളത് ചെയ്യും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെറുപ്പക്കാർ, അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ വളരുന്നവർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ മുസ്തഫ കഞ്ചൂരിൻ്റെ ആ ഒരു ജിന്നിൻ്റെ അഭിമുഖത്തിലെ ഒരു വിഷയം പറഞ്ഞത്, മുസ്ലിമീങ്ങളായ ആളുകളെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ പിശാചിന് ഇഷ്ടമാണ്. മുസ്തഫ പറയാണ്, മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ആ ജിന്ന്, എത്ര വയസ്സ് 180 വയസ്സ് അദ്ദേഹം പറഞ്ഞു. 180 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യന്മാരുടെ കണക്കിൽ 17 വയസ്സ്. വളരെ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളിത് ജനങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ട് ആ വിഷയം അദ്ദേഹം പറഞ്ഞത്, അതായത് നൃത്തങ്ങളും അതുപോലെ തന്നെ ഡാൻസുകളും മ്യൂസിക്കും പിശാചിന് ഇഷ്ടമാണ്. അത് അമുസ്ലിങ്ങളെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കും. അദ്ദേഹം പറയാൻ കാരണം, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇസ്ലാം അറിഞ്ഞാൽ ഇസ്ലാമിലേക്ക് വരാൻ വളരെ പെട്ടെന്ന് കടന്നു വരുന്ന ആളുകളാണ്. മുസ്തഫ കഞ്ചൂരി പറയാം, ഏത് ജിന്നുകളിലും ക്രിസ്ത്യാനികളുണ്ട്, ജിന്നുകളിലും ബുദ്ധമതക്കാരും ജൈനമതക്കാരുണ്ടെന്ന് പറഞ്ഞു. അവരിലുണ്ടല്ലോ ജൈനമതക്കാരും. കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് പറഞ്ഞു. നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ ജിന്നുകളിലുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു, ഇവർക്ക് ഓരോ കാൾ മാക്സിനൊക്കെ. സുബ്ഹാനല്ലാഹ്.
അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വളരെ പെട്ടെന്ന് ഇസ്ലാം അറിഞ്ഞാൽ അതിലേക്ക് കടന്നു വരാൻ റെഡിയാണ്. അപ്പൊ ഇസ്ലാമിനെ പറ്റി അവർ പഠിക്കാൻ അവസരമുണ്ടായാൽ അവർ മുസ്ലിമീങ്ങളായി പോകും. ഇത് പേടിച്ചിട്ട് അവരെ പിടിച്ചുകൊണ്ടാണ് പിശാച്ച് ഇതുപോലെയുള്ള കൺസേർട്ടുകളും മ്യൂസിക് പ്രോഗ്രാമുകളും പിശാച്ച് ചെയ്യിപ്പിക്കുന്നത് അമുസ്ലിമീങ്ങളെ വെച്ചിട്ടാണ്. കാരണം അവരെ ഇതിലേക്ക് അവരെ സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവരെ വഴിതെറ്റിപ്പോയി എവിടെയെങ്കിലും വല്ല ക്ലാസ്സിലോ വല്ല പ്രസംഗമോ കേട്ടാൽ അവർ ഇസ്ലാമിലേക്ക് ആയിപ്പോയേക്കും, അവർ മുസ്ലിമായി പോയേക്കും. സുബ്ഹാനല്ലാഹ്. വളരെ പെട്ടെന്ന്. കുമാരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കാഞ്ഞങ്ങാട്, കഴിഞ്ഞ ആഴ്ച നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ കുമാരന് കാലിന് ഭയങ്കര പ്രശ്നമാണ്. കാല് വേദന വന്നിട്ട് അദ്ദേഹത്തിന് ബാത്റൂം എഴുന്നേൽക്കാൻ പറ്റില്ല. നല്ല ജോലിക്കാരൻ, ഫർണിച്ചർ ഷോപ്പിലെ നമ്മൾ അറിയുന്നൊരു സുഹൃത്തിൻ്റെ എല്ലാം വക്കീലാക്കി ഏൽപ്പിച്ചതാണ് കുമാരനെ. അപ്പോൾ ഞാനവിടെ പോയിരുന്നു. അപ്പോൾ കുമാരൻ വന്നു. കുമാരനെ ദോർക്കണം, ഞാൻ ദോർന്നു കൊടുക്കണം കുമാരൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാലിന് അസുഖം തുടങ്ങിയിട്ട് 10-15 കൊല്ലമായി. ബേബിയിലും മിംസിലും കോയമ്പത്തൂരും എറണാകുളത്തും തിരുവനന്തപുരത്തും മംഗലാപുരത്തും കാണിക്കാത്ത ഡോക്ടർമാരില്ല, അയാൾക്ക് സുഖമാണില്ല. സുബ്ഹാനല്ലാഹ്. വളരെ അവരുടെ ഹൃദയം ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ വിചാരിക്കണം ഈ ഘർ വാപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കറിയാം ഇവർ ഇസ്ലാമിക്ക് പോകുന്ന ഉറപ്പാണെന്ന്. അത് ആ ഒഴുക്കിനെ തടയാനാണ്. സുബ്ഹാനല്ലാഹ്. കുമാരൻ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പോൾ അദ്ദേഹം കൂടുതൽ ദ്വാരക്കാൻ വേണ്ടി ആൾക്ക് എന്തെങ്കിലും ഒരു വെള്ളം മന്ത്രിശ്രുതി കൊടുക്കി. കുമാരൻ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കുമാരനോട്, കുമാരൻ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ കുമാരനെ ഞാൻ വെള്ളത്തിൽ മന്ത്രിശ്രുതി കൊടുത്തിട്ട് പറഞ്ഞു, കുമാരൻ ബിസ്മി ചൊല്ലി കുടിക്കണം കേട്ടോ, അള്ളാഹിനെ പറ്റിയൊക്കെ ചോദിച്ചു. അറിയാന്ന് പറഞ്ഞു. വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചു. ആന്നും പറഞ്ഞു. ഇത് കുടിക്ക്, ഇൻഷാ അല്ലാഹ് എൻ്റെ അസുഖം അല്ലാഹു മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അതിൽ കുമാരൻ റാഹത്തിൽ ചെന്നിട്ട് വർത്താനം പറഞ്ഞു ഒരാളോട്, പിന്നെ ഇതിലെങ്ങാനും എൻ്റെ അസുഖം മാറിയാൽ ഞാൻ മുസ്ലിം ആവട്ടോ എന്ന് പറഞ്ഞു, ഞങ്ങളെ മതത്തേക്ക് വരുന്നു. കുമാരൻ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ഹബീബുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ കാലമായി അവൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ചെയ്തൊരു അനുഗ്രഹമെന്നോ അത്ഭുതമെന്നോ ആ കുമാരൻ്റെ ഹിദായത്തിന് വേണ്ടി അടുത്ത ക്ലാസ്സിൽ ഞാൻ ദ്വാരക്കും ചെയ്തു. പടച്ച റബ്ബേ ഇവൻ മുസ്ലിം ആവട്ടെ, ഇവനൊന്ന് നന്നാവട്ടെ. എന്താ പറയാ, അള്ളാഹു കബൂലാക്കി കാണും. ഇവൻ്റെ അസുഖം മാറി, കാലിൻ്റെ അസുഖം. ഇവൻ നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. അവർ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. അപ്പൊ സംഭവം അവിടെ ഒരു വാലുണ്ടായിരുന്നു. ആ വാലിൽ വെച്ചിട്ട് നമ്മൾ ദ്വായിരുന്നിട്ടുണ്ട്. പടച്ചോനെ ഈ കുമാരൻ്റെ വിഷയം തന്നെ വെച്ചിട്ട് പടച്ചോനെ ഷിഫയായി കൊടുക്കണം, ഹിദായത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞ് ദ്വാരുന്നിട്ടുണ്ട്. അപ്പം ആ ദ്വാൻ്റെ ഫലമായിരിക്കണം എന്നാ. അല്ല അപ്പം നമ്മൾ എത്രയും മന്ത്രിച്ചുണ്ടല്ലോ അറിയണ്ടോ? അതല്ല, ആ ദ്വാൻ്റെ ഫലമായിരിക്കണം. സുബ്ഹാനല്ലാഹ്, ഇവനത് സുഖമായിട്ടുണ്ട്. ഇപ്പം മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കലിമ ചൊല്ലിയോ ഇല്ലെന്ന് അറിയില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ടു, സന്തോഷം പറയാൻ വേണ്ടി വന്നു. ഇപ്പം ഇന്നലെ കണ്ടു, കുമാരനെ കണ്ടു. സുബ്ഹാനല്ലാഹ്. ഈറ്റങ്ങൾ വളരെ സാധുക്കളാണ്. വളരെ പെട്ടെന്ന് ഒരു അത്ഭുതം കണ്ട് അവർ കടന്നേക്കും. ഒരു സംഭവം ഉണ്ടായി അപ്പം കടന്നേക്കും അവർ ഇസ്ലാമിലേക്ക്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അങ്ങനെയാണെന്നാ. ഇതാരെ പറഞ്ഞ? മുസ്തഫ കഞ്ചൂര് പറയാ, ജിന്നുകൾക്ക് ഇതറിയാം, പിശാച്ചുകൾക്ക് ഇതറിയാം. ഇവര് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും ഒരു നല്ല വശം കണ്ട അപ്പൊ കടന്നേക്കും. ഇത് കടക്കാതിരിക്കാൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെച്ച് മ്യൂസിക് കൺസേർട്ടുകൾ പിശാച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരെ അതിൽ മുക്കുകയാണ്. കാരണം സിനിമാ സംവിധായകന്മാർ, സിനിമാ പ്രൊഡ്യൂസർമാർ, അത് ഡിസ്പ്ലേ ചെയ്യുന്ന തിയേറ്ററിന്റെ ഉടമകൾ, തിയേറ്ററിലേക്ക് കയറിക്കൂടുന്ന ആളുകൾ അധികവും അമുസ്ലിമീങ്ങളായ ആളുകളെ കൂടുതലുണ്ട്. മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുണ്ട് പ്രദേശങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇവരെ ഇങ്ങനെ എൻഗേജ് ചെയ്തില്ലെങ്കിൽ ഇവർ ഇസ്ലാമിലേക്ക് വന്നു. ഇവരെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർ ഇസ്ലാമിലേക്ക് വരും. അത് പേടിച്ചുകൊണ്ടാണ് നൃത്തങ്ങളും മറ്റു കാര്യങ്ങളും പിശാച്ച് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് മുസ്തഫ കഞ്ചൂർ പറയുന്നുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ദാവൂദ് ഈസയോട്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതമുള്ള വിഷയമാണ്. അപ്പോൾ വളരെ കരുതലോടുകൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ആ വിഷയങ്ങളൊക്കെ പറയുന്നത് സ്നേഹം കൊണ്ടാണ്. എനിക്ക് വിഷമുണ്ടായത് കൊണ്ടാണ്. നമ്മൾ തമ്മിലുള്ള സ്നേഹം ഇസ്ലാമികമായ ബന്ധമാണ്, ഒരു ബന്ധമല്ല. നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം അള്ളാഹുവിന് വേണ്ടിയുള്ള ബന്ധമാണ്. അപ്പം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത്രേ നമുക്ക് പറയാനുള്ളൂ. പിശാചിന് വഴിവെച്ചു കൊടുക്കരുത്. നമ്മുടെ സെന്ററിൽ, നമ്മുടെ ഈ സ്റ്റേജിലൊന്നും അത്തരം ഹറാമായ സംഭവങ്ങൾ നടക്കരുത്. നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ അൾട്ടിമേറ്റ്ലി വി ആർ റെസ്പോൺസിബിൾ വിത്ത് അള്ളാഹ്. നമ്മൾ അള്ളാഹുവിനോട് കാരണം പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്കിനി ഇവിടെ എന്ത് ചെയ്തോളൂ എന്ന് ഒരു കൾച്ചർ കമ്മിറ്റി പെർമിഷൻ എന്ന് വിചാരിക്കുക. കള്ളുടിക്കാൻ പെർമിഷൻ നമുക്ക് കള്ളുടിക്കാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ലല്ലോ. തിന്മ ചെയ്യാൻ പെർമിഷൻ നമുക്ക് തിന്മ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പെർമിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പം അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ വളരെ കരുതലോടുകൂടെ നിൽക്കണം. എനിക്കത് ബോധ്യപ്പെട്ടതാ. അത് എനിക്ക് മുഴുവൻ പറഞ്ഞുതരാൻ പറ്റൂല. എന്തുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറയുന്നു, അതിൻ്റെ തെളിവുകളും അതിൻ്റെ വിഷയങ്ങളും എനിക്കറിയാം. എനിക്ക് ബോധ്യപ്പെട്ട വിഷയമാണ്. അതിൽ പിശാചുണ്ടെന്നും അതുകൊണ്ട് മനുഷ്യൻ വഴിതെറ്റുമെന്നും അതുകൊണ്ടൊരു മനുഷ്യൻ്റെ ആഖിറ നഷ്ടപ്പെടുമെന്നും എനിക്ക് ഉറപ്പാണ്.
വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു അതിന് സാക്ഷിയുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് മുഴുവൻ വിഷയങ്ങളും നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, എന്തൊക്കെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് ഇത് വേണ്ട, ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം അള്ളാഹുവിൻ്റെ പേരിലാണ് പറയുന്നത്, എൻ്റെ അഭിപ്രായമല്ല. എൻ്റെ വാക്ക് അള്ളാഹു പറയുന്ന വാക്കായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. റബ്ബ് അറിയിച്ചു തരുന്നത്, അള്ളാഹു പഠിപ്പിക്കുന്നത്, അള്ളാഹിൻ്റെ കലാം നിങ്ങൾക്ക് പറഞ്ഞു തരലാണ് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ഞാൻ വളരെ കർക്കശമായി ഇനിയൊരിക്കൽ ക്ലാസ് ഇവിടെ നടക്കൂല എന്ന് വരെ ഞാൻ പറഞ്ഞ് അതിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്തു. 60 ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഇപ്പോൾ വരുന്നത് നാട്ടിൽ പോയിട്ട്. അങ്ങനെ ഒരു തീർച്ചപ്പെടുത്തിയൊരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അതിന്ന് പിന്മാറുകയാണെങ്കിൽ, നമ്മളൊരു ഹലാലായ വിഷയം നമ്മൾ തീർത്തു പറഞ്ഞു, ആണയിട്ട് പറഞ്ഞു, അത് ഹലാലാണെങ്കിൽ പിന്മാറാം. നമുക്ക് ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ അവസരമുള്ളൊരു ക്ലാസ്സാണിത്. അതുകൊണ്ടാണ് ബാബാജി അവർ പറഞ്ഞത് നിർത്താൻ നമ്മൾ ഉദ്ദേശമില്ല, നമ്മൾ നിർത്താനുള്ള പ്ലാനുമില്ല ഇൻഷാ അള്ളാഹ്. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, ഞങ്ങളെപ്പോലത്തെ ആളുകൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ എന്ത് ക്ഷീണം മറന്നാണെങ്കിലും ഈ പരിപാടി നമ്മൾ നടത്തിയിരിക്കും. പക്ഷേ അതിന് അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മളത് സത്യം ചെയ്ത് ആണയിട്ട് പറഞ്ഞു, ഒന്നുകിൽ 3 ദിവസം നോമ്പ് നോൽക്കണം, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അതിൽ ഒന്ന് നിർവഹിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ വരുന്നത്. ഇന്ന് രാവിലെ കൊടുക്കാൻ ഏൽപ്പിച്ചു നാട്ടിൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹു ഒരു അസുഖം കൊണ്ട് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇതൊന്നും വേണ്ടില്ലായിരുന്നു. അപ്പോൾ ബോധ്യപ്പെടും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് പാടില്ലാത്തതായിരുന്നു. എത്ര ഹലാലുകളുണ്ട് ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ആ ഹലാലുകൾ സ്വീകരിക്കും, ഹറാമുകൾ ചെയ്യല്ലേ. അല്ലേ? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി, നിങ്ങളൊരു മോശപ്പെട്ടത് കണ്ടാൽ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, പിടിച്ചു നിർത്താൻ പറ്റണില്ല, നാവ് കൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കണം. എന്നിട്ട് നിർത്തൂലേ, ഫബിഖൽബിഹി, ഖൽബ് കൊണ്ട് വെറുക്കണം. ഫദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൽ ഏറ്റവും താഴെയുള്ള ഭാഗമാണ്. ഖൽബ് കൊണ്ട് നമുക്ക് വെറുപ്പ് വരും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാട്ടെ. അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങളെ വെറുക്കാൻ എനിക്ക് ആഗ്രഹമില്ല, ആരെയും വെറുക്കാൻ ആഗ്രഹമില്ല, വെറുക്കാൻ എനിക്കറിയുകയുമില്ല. പക്ഷേ അള്ളാഹുവിന് വേണ്ടി വെറുക്കേണ്ടി വരും. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. വേറെ ഒന്നും, വ്യക്തികളോടോ ആരോടോ പ്രസ്ഥാനത്തോടോ സംഘടനകളോടോ ഒന്നും നമുക്ക് ആരോട് വെറുപ്പില്ല. പ്രവൃത്തികളോട് വെറുപ്പുണ്ട്, ചെയ്തികളോട് എനിക്ക് പ്രതിഷേധമുണ്ട്. അത് എപ്പോഴും ഞാൻ വാള് പറയുന്നു, ഈ ദർസ് നടത്തുന്നു, നമ്മൾ പഠിക്കുകയാണ്. എൻ്റെ കൺമുമ്പിലുള്ളൊരു സംഗതി എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ സെന്ററിൽ, ഇസ്ലാമിക് സെന്റർ, ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സ്ഥാപനമാണ്, ഇസ്ലാമിൻ്റെ പേരിലാണ്. ഇതൊക്കെ നമുക്ക് ഭയങ്കര കോടാനുകോടി അമലുകളായി പരലോകത്തേക്ക് പോകാൻ പറ്റുന്ന സംഗതിയാണ്. ചില്ലറാണോ ഇതൊക്കെ? വലിയ സംഭവമല്ലേ? എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ്, എത്ര ദുആവും, എത്ര നിസ്കാരവും, എത്ര സുജൂദും, എന്തെല്ലാം നല്ല കാര്യങ്ങൾ, എത്രയെല്ലാം സ്വതക്കകൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു. അത്രയും വലിയൊരു സദസ്സാണിത്, അതിൻ്റെ ഒരു വേദിയാണിത്. ഇൻഷാ അള്ളാഹ് ഇത് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ നിലനിന്നാൽ നമ്മുടെ ഖബറിലേക്ക് വലിയ അമല് കിട്ടും. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ നമ്മളിത് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല, മുസ്തഫ ഗഞ്ചുവിൻ്റെ വാക്ക് വായിക്കും ഇങ്ങനെ കരച്ചിൽ വന്നു, റബ്ബേ ഇതൊക്കെ ജനങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ജനങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. പിശാച്ചുകളുടെ കൂടെ ജീവിച്ച് പിശാച്ചിനെ കാണുന്ന മുസ്തഫ ഗഞ്ചൂറായി പറയുന്നത് ഇതൊക്കെ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അള്ളാഹു എന്ന് അകറ്റാൻ വേണ്ടി എത്രയേ രക്ഷയുള്ളൂ, അള്ളാഹു എന്ന് അകറ്റുക. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തിലെങ്കിലും അള്ളാഹു നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. ചുരുക്കി പറയട്ടെ, ഞാൻ 2 മിനിറ്റ് കൂടെ നിങ്ങൾ ഇന്ന് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ സമയമായി 10:07 2 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതായത് ഈ ഹദീസ് പൂർത്തിയാക്കുകയാണ്. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് വഴി വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാനുണ്ട്. നാളെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതിലൊന്ന്, 7 വിഭാഗത്തിൽ 1 നീതിമാനായ ഭരണാധികാരി, 2 യൗവനം അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ച ചെറുപ്പക്കാരൻ, യൗവനം അള്ളാഹുവിന് ചെലവഴിച്ചവർ. ഈ സമയത്ത് ഒരു 15-ന്റെയും 40-ന്റെയും ഇടയിൽ പ്രായമുള്ള ആളുകൾ ഇപ്പൊ തൗബ ചെയ്ത് മടങ്ങി നല്ലവരായ 40 വയസ്സാണ് യൗവനത്തിന്റെ കാലം ഇസ്ലാമിൽ. 40 കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് കടന്നു, അല്ലെങ്കിൽ മധ്യവയസ്സിലേക്ക് കടന്നു എന്ന് പറയും. അതുവരെ നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറ്റിയാൽ ബാക്കി അള്ളാഹു എളുപ്പാക്കി തരുന്ന അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പിന്നെ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയുമായി മനസ്സിങ്ങനെ ബന്ധിക്കുന്ന ആൾ. എപ്പോഴും റബ്ബേ പള്ളിയിൽ വാങ്ങൊടുത്തോ, പള്ളിയിൽ ഉസ്താദിന് ചോറിട്ടിട്ടുണ്ടോ, പള്ളിയിലെ മുക്രിക്ക എത്തിയിട്ടുണ്ടോ, റബ്ബേ ഇമാമത്തിന് ആളുണ്ടോ, പള്ളിയിൽ മൂത്രപ്പരി വെള്ളമുണ്ടോ, പള്ളിയിൽ ഹൗദിൽ വെള്ളമുണ്ടോ, പള്ളിക്ക് കറണ്ട് വന്നിട്ടുണ്ടോ. ഇങ്ങനെ പള്ളിയുമായുള്ള വിഷയം മനസ്സിലുള്ള ഒരുപാട് ആളുകൾ കാണും. യാ അല്ലാഹ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. നാട്ടിലൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ പള്ളിയിലൊക്കെ ഒന്ന് പോയി വാങ്ങിക്കൊടുക്കുക. നല്ല കൂലുള്ള വിഷയമാണ്. നമുക്ക് പോയി പൈസ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വാങ്ങിക്കൊടുക്കുക. പണ്ടൊരാൾ വാങ്ങിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്.
ഉച്ചയ്ക്ക് 2:30 വാങ്ങി കൊടുത്തു, 3:30 അസർ കൊടുക്കണം, 2:30 വാങ്ങി കൊടുത്തു. നാട്ടുകാർ മുഴുവൻ ഒരുമിച്ച് കൂടിയെന്ന്. എന്താ മനുഷ്യങ്ങൾക്ക് ക്ലോക്ക് കണ്ടുകൂടെ? നട്ടുച്ചക്കാണ് നിങ്ങൾ അസറാൻ കൊടുക്കണത്. കുറേ കാലമായി ഞാനിത് അസറിൻ്റെ നേരത്തെ കൊടുക്കണം, നിങ്ങളൊന്നും കാണാറില്ലല്ലോ. നിങ്ങളൊക്കെ അവിടെ ഉണ്ടോ? അത് കാണാൻ തന്നെ ഞാൻ ചെയ്തതെന്ന്. സുബ്ഹാനല്ലാഹ്. ഓൺ ടൈം വാങ്ങി കൊടുത്തിട്ട് നിങ്ങളാരും വന്നിട്ടില്ലല്ലോ നിസ്കരിക്കാൻ. ഇപ്പം നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നല്ലേ, അതിനെ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞല്ലോ. സുബ്ഹാനല്ലാഹ്. ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ഈ ഓടി വന്ന ആൾക്കാർ പള്ളിയുമായി ബന്ധമുണ്ടായതുകൊണ്ടല്ല, മുക്രിക്കാനെ പിരിച്ചുവിടാൻ വേണ്ടി വന്നതാ. പള്ളിയിലൊരു ഉസ്താനെ കിട്ടണമെങ്കിൽ എത്ര പണിയുണ്ട് നാട്ടിലൊക്കെ. ഫിത്തിനി മസാദില്ലാത്ത മൂലയിൽ കിട്ടും വേണ്ടേ? ഓലൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ കൊണ്ട് ഇവരെ പിരിച്ചുവിടാനാണെങ്കിലോ ജനറൽ ബോഡിക്ക് വരുന്ന ഒരാൾ മതി. 4 ഡയലോഗും പറഞ്ഞു പോവും. ഉസ്താദിനും കുഴപ്പം, സെക്രട്ടറിക്കും കുഴപ്പം, പ്രസിഡന്റ് ഇതപ്പം വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒരു പണിയും ചെയ്തിട്ടില്ല പള്ളിക്ക് വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. അല്ലാഹുവിന്റെ പള്ളിയുമായി ഖൽബ് ബന്ധിക്കുന്ന ആളുകൾ. പിന്നെ റജുലാനി തഹാബ്ബാ ഫില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന 2 ആളുകൾ. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. എങ്ങനെ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണിയാണ് അയാൾ ചെയ്യുന്നത്, അയാളോട് എനിക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു പണിയാണ് അവൾ ചെയ്യുന്നത്, അവളോട് എനിക്ക് ഇഷ്ടമാണ്. ഒരു പെണ്ണിനിട്ടോ, നിങ്ങൾ ആണും പെണ്ണും സ്നേഹിക്കണ്ടേ? പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ, ആണുങ്ങൾ ആണുങ്ങൾ. എന്താ സ്നേഹം? എന്താണ് ആ സ്നേഹത്തിന്റെ അതിന്റെ ഛേദവികാരം? എന്താ? അള്ളാഹ് ഓൻ നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട്, ഞാൻ അവൻ്റെ കൂടെ പോട്ടെ. ഉംറക്ക് പോകുന്നു, ഞാൻ അവൻ്റെ കൂടെ ഉംറക്ക് പോട്ടെ. ഓ സ്വലാത്തിന് പോകുന്നു, ഞാൻ പോട്ടെ. ഓൻ ദിക്റിന് പോകുന്നുണ്ട്, ഞാൻ പോട്ടെ. മയ്യിത്ത് നിസ്കരിക്കാൻ പോകുന്നുണ്ട്, ഞാൻ പോട്ടെ. ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, ഹദീസ് ക്ലാസ്സിന് പോകുന്നുണ്ട്, ഞാൻ പോകട്ടെ. ഈ സ്നേഹം. നല്ല പൈസ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹം ഉണ്ടാവും. പൈസ പോയ ഒഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും. പൈസ ഉള്ളവരുടെ ആളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ആൾക്കാരാണ്. പൈസ പോയപ്പോൾ അതല്ല സ്നേഹം. അത് ഗൾഫുകാർക്ക് മനസ്സിലാവും. നാട്ടിലെത്തിയ ആദ്യത്തെ ആഴ്ച വല്ലാത്ത സ്നേഹമുള്ള ആൾക്കാരുണ്ടാവും. അല്ലാഹുവിന്റെ കുട്ടിനെ കാണാൻ പുതിയ പോലെ, റബ്ബേ എത്ര കാലമായി കണ്ടിട്ട്. ഓൽക്കറിയും ആദ്യത്തെ 1-2 ആഴ്ച കഴിഞ്ഞാൽ ഗൾഫുകാരൻ്റെ പൈസ തീരുന്നു ഓൽക്കറിയും ചെയ്യാം. അപ്പോൾ ആ കഥയൊക്കെ പറഞ്ഞിരുന്ന് സൊറ പറഞ്ഞിരുന്ന് പോകാൻ നേരത്തെ പിന്നെ കാണൂല. അപ്പം നമുക്ക് ഓല കാണേണ്ട ആവശ്യം ഉണ്ടാവും, 10 രൂപ കടം വാങ്ങാനേ, അത് കാണാൻ കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു, അതല്ലല്ല. തഹാബ്ബാ ഫില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു. ആ സ്നേഹം നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കുന്ന അവനോട് എനിക്ക് ഇഷ്ടമാണ്. അവൻ അള്ളാഹുവിനെ വഴിപ്പെടാത്ത ആളാണ്. ആ വ്യക്തിയോട് എനിക്ക് ദേഷ്യമില്ല, പക്ഷേ അവന്റെ പ്രവൃത്തിയോട് എനിക്ക് ദേഷ്യമാണ്. അങ്ങനെ ദേഷ്യപ്പെടണം എന്നാണ് അവർക്ക് നന്നാവാനുള്ള വഴി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല തറവാടിത്തം, നല്ല ഭംഗിയുള്ളൊരു പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു ഹറാമിലേക്ക്. ഇന്നി അഖാഫുല്ലാഹ്, പെണ്ണെ എനിക്ക് അള്ളാഹുവിനെ പേടിയാണ് എന്ന് പറഞ്ഞ് പിന്മാറിയ ഒരു ചെറുപ്പക്കാരൻ. ഒരു പെണ്ണ് വിളിച്ചു, ആണ് വിളിക്കുന്ന അതല്ല വിഷയം. പെണ്ണ് വിളിച്ചാൽ ആണിനെ പിടിച്ചിരിക്കാൻ പറ്റൂല. അല്ലാഹ് പടച്ചോൻ എന്നെ വിളിച്ചോ, അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണ് ഒരു ആണിനെ ഹറാമിലേക്ക് വിളിച്ചു. അവളാണെങ്കിലോ അതിസുന്ദരിയായവൾ, അവളാണെങ്കിലോ അഭിസാരികയോ വേശ്യയോ അല്ല. ദാതു മൻസിബിൻ വജമ, നല്ല അഭിമാനിയായ ഒരു കുടുംബത്തിലുള്ള ഒരു പെണ്ണാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു പെണ്ണെ, ഞാൻ ഈ പണിക്കുള്ള ആളല്ല എന്ന് പറഞ്ഞ് പിന്മാറിയ ഒരു ചെറുപ്പക്കാരന് നാളെ അർശിന്റെ തണലുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. വറജുലുൻ, വേറെ ഒരാൾ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ, ഒരു സദഖ ഒരാൾ ചെയ്തു. ഫഅഖ്ഫാഹ, ആ സദഖ ശരിക്കും എന്ത് ചെയ്തു? രഹസ്യമാക്കി വെച്ചു, ദാനം ചെയ്തു, പേര് പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒരു അനുഭാവി എന്നൊക്കെ പറയില്ലേ, അത് നല്ലതാണ്. പിന്നെ ജനങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാനോ പടച്ചോനെ ആൾക്കാർ ചെയ്തോട്ടെ. നമ്മുടെ നീയത്ത് ഷോ ഓഫ് ആകരുത്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പേര് പറഞ്ഞെന്ന് വിചാരിക്കുക നമ്മൾ കൊടുത്തത്, പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താവരുത്? പേര് പറഞ്ഞ് നമുക്കൊരു സുഖം കിട്ടലാവരുത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കൂട്ടത്ത് ചേർത്ത് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈറായൽ, അങ്ങനെ നമുക്ക് പറഞ്ഞേക്കാം. അല്ലാത്ത പക്ഷം എപ്പോഴും സ്വതക്ക സ്വകാര്യം, ആരും അറിഞ്ഞില്ല. വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ സ്വകാര്യമായി നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ആ സ്വതക്കൊക്കെ നാളെ അർശിന്റെ തണൽ കിട്ടും. അല്ലാത്ത സ്വതക്ക അള്ളാഹ് സ്വീകരിക്കും, അള്ളാഹു കബൂലാക്കും, കൂലിം തരും. പക്ഷേ അർശിന്റെ തണൽ കിട്ടുന്ന സ്വതക്ക ഏതാ? ആരും അറിയാതെ കൊടുക്കുന്നത്. നിങ്ങളുടെ ഭാര്യ പോലും അറിയുന്നില്ല, നിങ്ങളുടെ ഉമ്മാക്കോ വാപ്പാക്കോ പോലും അറിയില്ല, നിങ്ങൾ കൊടുത്ത് സുഹൃത്തിന് പോലും അറിയില്ല, നിങ്ങളെ തന്നെ അയാൾക്കറിയില്ല. എനിക്ക് തന്ന ആൾ ആരാണ് അറിയ, അങ്ങനെ കൊടുത്ത സ്വതക്ക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇവിടെയൊക്കെ എത്ര നാഷണാലിറ്റി കാണും മുസ്ലിമീങ്ങൾ. പള്ളിക്ക് ചെന്നാൽ എത്ര പാവപ്പെട്ട ആൾക്കാർ കാണും. പല ബംഗ്ലാദേശുകാരും അഫ്ഗാനികളും നമ്മുടെ പാകിസ്ഥാനികളായ ഒരുപാട് എത്ര വശമായ ആൾക്കാരുണ്ട്. വളരെ പ്രായമുള്ള പാകിസ്ഥാനിൽ കണ്ടിട്ടില്ലേ?
നാട്ടിലൊക്കെ ചെന്ന് റിട്ടയർമെൻ്റായി കുട്ടികളും പേരക്കുട്ടികളും കളിപ്പിച്ചിരിക്കേണ്ട സമയത്താണ് വണ്ടി ഓടിച്ചിട്ടും ഭാരം ചുമന്നിട്ടും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? ഭയങ്കര സങ്കടം. റബ്ബേ, ഇവരൊക്കെ ഈ പ്രായത്തിൽ ഈ ജോലി ചെയ്യേണ്ടവരല്ലല്ലോ റബ്ബേ, നാട്ടിലെത്തി വിശ്രമിക്കേണ്ട സമയമായല്ലോ. ഒരു പൈസ എന്തെങ്കിലും കൊടുക്കുക അവർക്ക്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി വീട്ടിൽ കഴിച്ചെടുത്തോളൂ. അയാളാരാ നമ്മളാരാ ഓർക്കും അറിയില്ല, നമുക്കും അറിയില്ല, മതി. ഇത് സിറായ സ്വതക്കയാണ്. അത് അള്ളാഹു അർശിന്റെ തണൽ തരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പിന്നെ ആർക്കും ചെയ്യാൻ പറ്റിയത്, ഒരു പൈസക്കും ചെലവില്ലാത്ത ഒരു വകുപ്പാണ് അവസാനത്തേത്. ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന് ഓർക്കുകയും കണ്ണിന്ന് കണ്ണുനീര് വന്നു അള്ളാഹുവിനെ ഓർത്തിട്ട്, അങ്ങനെ അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന് ഓർത്ത ആൾ നാളെ അർശിന്റെ തണൽ അള്ളാഹു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്, കൂട്ടത്തിലിരിക്കുമ്പോഴല്ല. അതിന് കുഴപ്പം. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം ലോലമാണെന്നാണ്. ഖൽബ് കരയുന്നത് നല്ല അടയാളമാണ്. ഹൃദയം ലോലമായതിന്റെ അടയാളമാണ്. ചിലർക്ക് കരയാൻ പറ്റൂല. എനിക്കൊരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം ദ്വാരക്കണം, കരച്ചിൽ വരുന്നില്ല. ഞാൻ പറയാം, ദ്വാരക്കാൻ അങ്ങനെയൊക്കെ പറച്ചിൽ കുറവാണ് ഉസ്താദ്, പെരപ്പണി തുടങ്ങി പൂർത്തിയാവണം, കുട്ടിനെ കെട്ടിക്കണം, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. ഇയാൾ പറഞ്ഞ വിഷയം ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇയാൾ എനിക്ക് ദ്വാരക്കണം, കരച്ചിൽ വരുന്നില്ല, കണ്ണ് നനയണില്ല, എന്താ ചെയ്യാ? ഖൽബൊക്കെ ഉറച്ചുപോയി എന്നാണ് തോന്നുന്നത്. ചെറുപ്പക്കാരൻ ഷാർജയിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര സന്തോഷമായിപ്പോയി. യാ റബ്ബേ, എങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? ആ കരച്ചിൽ നാളെ അർശിന്റെ തണൽ കിട്ടാൻ കാരണമാണ്. ഒറ്റയ്ക്കിരിക്കുക, അള്ളാഹുവിനെ പറ്റി ഓർക്കുക, നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർമ്മ വരിക, കണ്ണെന്ന് കണ്ണീര് വരണം. അത് വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് അള്ളാഹുവിന് മുമ്പിൽ തൗബ ചെയ്ത് മടങ്ങി. അങ്ങനെ ഈ 7 വിഭാഗത്തിന് നാളെ അള്ളാഹു കാവൽ തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് നാളെ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിന്റെ ഈ ആയത്തുകളുടെ തന്നെ വിശദീകരണം നമുക്ക് അടുത്ത ഒരാഴ്ച കൂടെ പറയാനുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹ് എന്നതിന്റെ ശരിയായ ഉച്ചാരണം നമ്മൾ ലാം അല്ലാഹ് എന്ന് പറയുന്നിടത്ത് ലാം എവിടെ തട്ടുന്നത്? അല്ലാ എന്ന് പറഞ്ഞു നോക്കി. അല്ലാഹ്. പാകിസ്ഥാനിലൊക്കെ അല്ലാ എന്ന് പറയല്ലേ? അല്ലാഹ്. അത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ശരിയായ ഉച്ചാരണം ആ ജലാലിയത്തിന്റെ, അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാല, ആ മഹത്വപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ വാക്കിന്റെ മഹത്വം വരാൻ വേണ്ടി അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞ ലാ എന്ന് എവിടെ നാവ് കൊണ്ട് പറയുന്നുണ്ടോ അവിടെ നിന്ന് അല്ലാഹ് എന്നുള്ള സൗണ്ട് വരണം. അല്ലാഹ് 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 അല്ലാഹ്. ശരിക്കും അവിടെ തന്നെ വെച്ച് നോക്കി നാവ് അല്ലാഹ് എന്ന് പറഞ്ഞു നോക്കി. അല്ലാഹ് 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 അല്ലാഹ്. കാരണം ലാമാണ് നമ്മൾ അല്ലാഹ് ഉച്ചരിക്കുന്നത്. അത് ലാദല്ല, ലാഉമല്ല. ലാ എന്ന് എവിടെ പറയുന്നുവോ അവിടെയാണ് നാവ് തട്ടേണ്ടത്. അപ്പോൾ ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാഹ് അല്ലാഹ് അവിടെ തന്നെ വെച്ചിട്ട് അല്ലാഹ് സൗണ്ട് വരണം. ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു വിഷയം ചോദിക്കാൻ, ഇവിടെ നമ്മുടെ ചർച്ച ചെയ്യുന്ന ദ്വാരക്കാനുള്ള എല്ലാ വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ്. സ്വാഭാവികമായും ചില ആളുകൾ നേരിട്ട് അറിയിച്ച വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എഴുതി അറിയിച്ച വിഷയങ്ങൾക്ക് പ്രത്യേകം നിയത്ത് ചെയ്ത് ദ്വാരക്കാണ്. പക്ഷെ 1-2 ഡൗട്ട് ക്ലിയർ ചെയ്യാണ്ട്. ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പ് നമ്മളിവിടെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മളതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷം തന്നാൽ ഞാൻ 15,000 തരാം മാസത്തിൽ, 1 ലക്ഷത്തിന് 10,000 തരാം, 1 ലക്ഷത്തിന് 5,000 തരാം, അങ്ങനെ ലാഭവിഹിതം വാങ്ങിക്കുന്ന സംരംഭങ്ങൾ കാണാൻ പറ്റും. ഞാൻ പറയട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പിൽ കൂടുകയാണെങ്കിലും വിശ്വസ്തന്മാരുടെ കൂടെ ഒന്നത്. പിന്നെ പറ്റിച്ചു പോയി റബ്ബേ മുക്കിക്കളഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമാനത്തുണ്ടോ, വിശ്വസ്തനാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. പിന്നെ ഏത് ബിസിനസ്സിൽ കൂടുകയാണെങ്കിലും ബിസിനസ് ചേരുന്നവനും ചേർക്കുന്നവനും മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിലെ ഷെയർ ഹോൾഡേഴ്സ് അതിന്റെ ലോസിലും പ്രോഫിറ്റിലും പങ്കാളികളാണ്. ഇതിൽ ലാഭമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം തരും, ഇതിൽ നഷ്ടമാണെങ്കിൽ നമ്മൾ രണ്ടുപേരും സഹിക്കണം അതിന്റെ തുല്യ പെർസെൻറ്റേജ്. ഒരാൾ 10% എടുത്തു 10% നഷ്ടം സഹിക്കണം, 50 ഉള്ളവൻ 50% സഹിക്കണം, 50% ലാഭം കിട്ടും, 10% ലാഭവുമാവാം. പിന്നെ കമ്പനിയുടെ ലാഭം 10,000, 5,000, 20,000 എന്നല്ല പറയേണ്ടത്. നിങ്ങൾ തരുന്ന ഈ സംഖ്യക്ക് ഇത്ര ശതമാനം ഞാൻ ലാഭം തരും. അപ്പോൾ നിങ്ങൾ ഒരു 1 ലക്ഷത്തിന്റെ ബിസിനസ്സിൽ 50,000 തന്നു, നിങ്ങൾക്ക് ഞാൻ 50% ലാഭം നിങ്ങൾക്ക് ഞാൻ തരും. അതിൽ ഈ ഓരോ മാസവും ഞാൻ 5,000 തരാം, പക്ഷേ ലാഭവിഹിതം കൂട്ടി അതിന്റെ ശതമാനം കൂട്ടിയില്ല, ബാക്കി ഞാൻ പിന്നെ തരാം എന്ന് പറഞ്ഞാൽ തരക്കേടില്ല. എന്നല്ലാതെ 1 ലക്ഷത്തിന് 5,000, 1 ലക്ഷത്തിന് 10,000 ഇത് പലിശയാണ്, അത് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? ലാഭവിഹിതം എന്ത് ചെയ്യണം? ശതമാന കണക്കിലാണ് പറയേണ്ടത്. അതുമാത്രമല്ല, ലാഭത്തിൽ പങ്കാളികളാകുന്നവർ, ഷെയർ കൂടുന്നവരും ചേർക്കുന്നവരും മനസ്സിലാക്കണം, രണ്ടുപേരും ലാഭത്തിലും നഷ്ടത്തിലും പങ്കുകാരാണ്. നഷ്ടം വന്നേ ഞാൻ അറിയില്ല, പറയാൻ പാടില്ല, അപ്പോഴേ കച്ചവടം ഹലാലാവുള്ളൂ. മറ്റൊരു വിഷയം കൂടെ പറയട്ടെ. ഈ അഡ്വാൻസ് വാങ്ങുന്നത്, 1
കോടി രൂപ വില വരുന്ന ഒരു സ്ഥലം നമ്മൾ കച്ചവടം ചെയ്യാണ്. അപ്പോൾ പറഞ്ഞു, ഇതാ 6 മാസത്തിനകം നിങ്ങൾ 1 കോടി തരണം. അപ്പോൾ ഒരു 20 ലക്ഷം ഇപ്പം തന്നു, ബാക്കി 80 ലക്ഷം 6 മാസം കൊണ്ട് തന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങളുടെ പേരിൽ ഞാൻ ആക്കി തരും. ഇതാണ് ഇപ്പോൾ കരാറുണ്ടാവുക. കോൺട്രാക്ടർ അതാ എഴുതുന്നത്. ഇതിലെന്താ സംഭവിക്കുന്നത്? 20 ലക്ഷം കൊടുത്തു, പക്ഷേ 6 മാസം കൊണ്ട് ഇയാൾക്ക് 80 കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഉടമ എന്ത് ചെയ്യണം? ഈ 20 ലക്ഷം ഇയാൾക്ക് തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കാത്ത അവസ്ഥകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഹറാമാണ്, കുറ്റകരമാണ്, നിങ്ങൾക്ക് അവകാശപ്പെടാത്ത പൈസയാണ്. നിങ്ങൾ ഈ കരാർ ചെയ്തത് എന്താണ്? 6 മാസത്തിനുള്ളിൽ തന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ തരും. നിങ്ങൾ തന്നില്ലേ, സ്ഥലം എന്റേത്, പൈസ നിങ്ങളുടേത്. ഇതാണ് അതിനർത്ഥം. എന്നല്ല അത് രേഖ ഉണ്ടല്ലോ. എന്ത് രേഖ? അള്ളാഹു ഹലാലാക്കാത്ത രേഖ ഉണ്ടാക്കാൻ പറ്റുമോ? മനുഷ്യന്മാരുടെ പൈസ പിടിച്ചു വെക്കുക, തന്നത് തിരിച്ചു തരൂല. യാ അല്ലാ, അങ്ങനെ പറയാം. ഒരിക്കലും പറഞ്ഞു പോയത് അഡ്വാൻസ് കൊടുക്കുന്ന സംഖ്യ തിരിച്ചു കൊടുക്കാനുള്ളതാ, തിരിച്ചു കൊടുത്തേക്കണം. അഡ്വാൻസ് തരില്ല, തരാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആദ്യം ഷർത്ത് വെച്ചിട്ടുണ്ടോ എങ്കിലാവാം. പക്ഷെ അത് വളരെ മോശപ്പെട്ടൊരു ഷർത്താണ്. പിഷ്കന്മാർ മാത്രം ചെയ്യുന്ന ഏർപ്പാടാണ്. അത് ചെയ്തു പോകരുത്. കാരണം നിങ്ങൾക്കത് ഹക്കായിട്ടില്ലല്ലോ. ഇത് ഇയാളുടെ പൈസ അല്ലേ, ഇയാൾ മുഴുവൻ തരാമെന്ന് ഉദ്ദേശിച്ചു, അയാൾക്ക് നടന്നില്ല, അയാളുടെ പൈസ തിരിച്ചു കൊടുത്തേക്കണം. ഇൻഷാ അല്ലാ ആ വിഷയം ശ്രദ്ധിക്കുക. അങ്ങനെ ആരെങ്കിലും കൊടുക്കാനുള്ളത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ തിരിച്ചു കൊടുത്തേക്കും. അള്ളാഹു താല അതൊക്കെ വലിയ വിഷയമാണ്. സാമ്പത്തിക ഏർപ്പാടുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് പൊരുത്തപ്പെട്ട് കിട്ടണമെങ്കിൽ വലിയ വിഷമം വരും. അതുകൊണ്ട് ഹക്കടപാടുകൾ വീട്ടിക്കോളി അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ വീടിന് ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കുന്നതേ അല്ലേ, ഞാൻ ഫ്ലാറ്റ് എടുക്കാം, എന്നൊരു അഡ്വാൻസ് 2000 കൊടുത്തു, പിന്നെ നമുക്ക് തോന്നി നമുക്ക് വേണ്ടാന്ന്, ആയിക്കോട്ടെ നിനക്ക് വേണ്ട, 2000 പിടിച്ചോ എന്ന് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, തിരിച്ച് ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അഡ്വാൻസ് തിരിച്ചു തരൂല. യാ അല്ലാ, അങ്ങനെ ഉണ്ടോ സംഗതി? ചില കമ്പനികൾ അങ്ങനെ പോളിസി ആക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ തീർത്ത് പറയണം, അതൊക്കെ പൊരുത്താണ്, നിങ്ങൾ ഇല്ലെങ്കിൽ തിരിച്ചു തരില്ല കേട്ടോ എന്ന് പറഞ്ഞു, ഓക്കെ എന്നാൽ സാരില്ല, ഇത് പിടിച്ചോ അഡ്വാൻസ്, അങ്ങനെ കൊടുത്താൽ പിന്നെ ഓക്കെ എന്നല്ലാതെ അതൊന്നും പറഞ്ഞിട്ടില്ല. അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ, കാരണം അത് അതിൻ്റെ മുതലിലേക്ക് ചേർക്കാൻ പറ്റില്ല. ജസാക്കുമുല്ലാഹു ഖൈർ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.